നാരായണ 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 നാരായണ. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ 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 രാധാ ഗോവിന്ദ. കല്ലുവേണു നീല നിറം കോലും നല്ല കല്ലുവേണു മല്ലവൈരി പേരോലുന്ന കല്ലു വേണമോ. ഇന്ദ്രനീലമണി വർണ്ണം പൂണ്ടു ലക്ഷ്മി വക്ഷസ്സിലായി സാന്ദ്രമോദം വിളങ്ങുമ കല്ലു വേണമോ. നാരായണ 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 രാധാ ഗോവിന്ദ. ദേവകി തൻ ജഠരമാം ആകരത്തിൽ നിന്നുദിച്ച ദേവകൾക്ക് മോഹമേറ്റും കല്ലു വേണമോ. ദുർഗാ ഭഗവതിയെത്താൻ പകരമായി കൊടുക്കായിൽ ദുർഗമാർക്കുമെന്നായി തീർന്ന കല്ലു വേണമോ. നാരായണ 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 രാധാ ഗോവിന്ദ. പശുക്കളെ പാലിക്കുന്ന നന്ദഗോപൻ ശൗരിയോടു പിശുക്കെന്നെ വാങ്ങിയതാം കല്ലു വേണമോ. ഗോപബാലന്മാരാം മുത്തുമാലയുടെ നടുക്കാടി ഗോപതിയായി മിന്നും കൃഷ്ണ കല്ലു വേണമോ. നാരായണ 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 രാധാ ഗോവിന്ദ. വല്ലവസ്ത്രീനികരത്തിൻ കൂച്ച കഞ്ച കോരകത്തിൽ നല്ലവണ്ണം ലസിച്ചതാം കല്ലു വേണമോ. ഇഹ പരസുഖങ്ങളിൽ മുഴുകിടാൻ കെൽപ്പേറ്റുമാ മഹാജനം ചൂടും നല്ല കല്ലു വേണമോ. നാരായണ 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 രാധാ ഗോവിന്ദ. ഹൃദയത്തിൽ ധരിപ്പോരേ മായാബന്ധം മുറിച്ചൂടൻ മുദബ്ധിയിലാഴ്ത്തിയിടുമ കല്ലു വേണമോ. ധരിക്കുകിൽ വേണ്ടെന്നായി തോന്നിടിലും ത്യജിക്കുവാൻ ഞെരുക്കമുണ്ടാക്കി തീർക്കും കല്ലു വേണമോ. നാരായണ 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 രാധാ ഗോവിന്ദ. കല്ലു വേണോ നീല നിറം കോലും നല്ല കല്ലു വേണോ മല്ലവൈരി പേരോലുന്ന കല്ലു വേണമോ.
ഏവം പരരക്ഷയ്ക്കായി കല്ലുവിൽക്കും ജോലിക്കെന്നെ ഭവസൂനോദേശം തോറും ചുറ്റിപ്പിക്കുമോ. നാരായണ 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 രാധാ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജന്മാദ്യസ്യ ത്വന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാൾ തേനെ തേനെ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യം ദിയൽ സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിः ശുശ്രൂഷുഭിസ്തൽക്ഷണാൽ. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ വാസുദേവം പരം ഗുരും. കമനീയ കിശോരമുഗ്ധമൂർത്തേഃ കളവേണുക്കൊണിതാദൃതാനനിംദോഃ മമ വാചി വിജൃംഭതാം മുരാരേർമധുരിംണ കണികാപി കാപി കാപി. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോൽഗീതം പുനാദി ഭുവനത്രയം. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥപ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ഗുരുഭ്യോ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈസ്ത്വദീയൈഃ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. പ്രസീദാച്യുത മാരുതേശ. ശ്രീകൃഷ്ണായ നമഃ. ശ്രീമൽ ഭാഗവതത്തില് ഷഷ്ഠസ്കന്ധത്തില് ആണല്ലോ പരമഭക്തനായിട്ടുള്ള വൃത്രാസുരന്റെ കഥ പറയണത്. പോഷണം എന്നുള്ള ഒരു പ്രകൃതത്തെ ആണ് ഷഷ്ഠസ്കന്ധം കൊണ്ട് പറയണത്. ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ഭക്തന്മാരെ എങ്ങനെയാണ് പോഷിപ്പിച്ചെടുക്കണത്, എങ്ങനെയാണ് നന്നാക്കിയെടുക്കണത് എന്ന് അതിമനോഹരായിട്ട് കാണിക്കണു. എന്ന് പറഞ്ഞാലോ ഭഗവാന്റെ ഭക്തവാത്സല്യത്തെക്കുറിച്ച് അതിമനോഹരായിട്ട് കാണിക്കണ എല്ലാ സ്കന്ധങ്ങളിലും ഭഗവത് ഭക്തന്മാരുടെ
കഥയാണ് പറയണത് എന്ന് സജ്ജനങ്ങൾ പറയാറുണ്ട്. ഭഗവത് ഭക്തന്മാരുടെ കഥ പറയുമ്പോൾ അവിടെ ഭഗവാൻ ഉണ്ടാവും, ഭഗവാന്റെ കഥ പറയുമ്പോൾ അവിടെ ഭഗവത് ഭക്തന്മാരും ഉണ്ടാവും. രണ്ടും രണ്ടല്ല. ഭാഗവതം, ഭക്തൻ, ഭഗവാൻ, ഇത് മൂന്ന് പേരും, ഈ മൂന്ന് പേരും വേറെ വേറെയല്ല, ഒന്നാണ്. ഒരു ത്രികോണത്തിന്റെ മൂന്നറ്റമാണ്. മൂന്നും കൂടി കൂടുമ്പോഴേ ഒരു ത്രികോണം ആവണുള്ളൂ. ശ്രീരാമകൃഷ്ണ പരമഹംസര് പറയാറുണ്ട് അത്രേ. ആ ത്രികോണത്തിന്റെ മൂന്നറ്റം, മൂന്നും കൂടി കൂടുമ്പോഴല്ലേ ത്രികോണം പൂർണ്ണമാവണുള്ളൂ. അതുപോലെയാണ് ഭക്തൻ, ഭഗവാൻ, ഭക്തി അല്ലെങ്കിൽ അവരുടെ കഥകൾ, ഇതൊക്കെ കൂടി ചേരണമെങ്കിൽ മൂന്നും, അവരുടെ ഭക്തി അറിയുമ്പോഴേ നമുക്കതിൽ നിന്ന് വേണ്ടത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഭഗവത് ഭക്തന്മാരുടെ കഥ പറയുമ്പോൾ അവിടെ ഭഗവാൻ ഉണ്ടാവും. ഭഗവാൻ ഒറ്റയ്ക്കായിട്ട് ഒരു ദിക്കിലുണ്ടാവില്ല, അവിടെ ഭഗവത് ഭക്തന്മാരുണ്ടാവും. ആ ഭക്തിയെ പറ്റിയിട്ട് മനോഹരായിട്ട് എല്ലാ സ്കന്ധങ്ങളിലും പറയുന്നു. പ്രത്യേകിച്ച് ഓരോ സ്കന്ധത്തില് ഇതിന് പോഷണം നൽകിക്കൊണ്ടുള്ള ഓരോ വിഷയങ്ങളാണ് ഓരോ സ്കന്ധം കൊണ്ടും പ്രതിപാദിക്കണത് എന്ന് പറയാം. പഞ്ചമസ്കന്ധം കൊണ്ട് ഭഗവാൻ എങ്ങനെയാ താൻ സൃഷ്ടിച്ച ജീവജാലങ്ങളെ രക്ഷിച്ചു വരണത്, വളരെയധികം വാത്സല്യത്തോടു കൂടിയിട്ട് തന്നിൽ തന്നെ രക്ഷിച്ചും കൊണ്ടിരിക്കണു എന്ന് പഞ്ചമസ്കന്ധം കൊണ്ട് കാണിച്ചു. പക്ഷേ നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളുടെ യാത്ര, നമ്മളുടെ മാർഗം അത് നേർവഴിയല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ദോഷം അല്ലെങ്കിൽ ദുഃഖം നമുക്ക് അനുഭവിക്കേണ്ടി വരും എന്ന് കാണിക്കുന്നതായിട്ടുള്ള നരകവർണ്ണന. അതിനുവേണ്ടി മാത്രം വേറെ ഓരോ പുരാണങ്ങളിലൊക്കെ നരകവർണ്ണന ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഭാഗവതത്തിൽ അത് ചെയ്തിട്ടില്ല. കാരണം അത്രമാത്രം ഭഗവത് ഉപാസനയ്ക്ക്, പ്രത്യേകിച്ചും ഷഷ്ഠസ്കന്ധം കൊണ്ട് ഭഗവാന്റെ നാമത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ ഭക്തന്മാർക്ക് നരകോ? അപ്പൊ അതിൻ്റെ ആവശ്യമില്ല. എന്നാലും അങ്ങനെയല്ലല്ലോ, മനസ്സിലാക്കണം. ഒരു പുരാണത്തിന്റെ പ്രാധാന്യമാണ്, അതിൻ്റെ ഒരു ഭാഗമാണ് എല്ലാ തരം വർണ്ണനകളും ചെയ്യുക എന്നുള്ളത്. അതനുസരിച്ച് നരകവർണ്ണനയും ചെയ്തു, അത്രയേ ഉള്ളൂ. വളരെ കുറച്ചേ നരകവർണ്ണന ഭാഗവതത്തിൽ ചെയ്തിട്ടുള്ളൂ. ദേവി ഭാഗവതമൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്ര വളരെ ഗംഭീരമായിട്ടാണ് ദേവി ഭാഗവതത്തിലൊക്കെ നരകവർണ്ണന ചെയ്തിരിക്കുന്നത്. അപ്പൊ വളരെ നമുക്ക് കേൾക്കുമ്പോൾ ഭയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വഴിക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. കാര്യം ഭഗവാന്റെ നിയമങ്ങളൊക്കെ വളരെ ഗംഭീരമാണെങ്കിൽ കൂടിയിട്ട് അതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്താണ് ഭഗവാന്റെ ജീവജാലങ്ങളോടുള്ള വാത്സല്യം. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ അപ്പുറത്ത്, ഈ ദുഃഖങ്ങളുടെയൊക്കെ അപ്പുറത്തേക്ക് കടക്കാൻ ഒരു വിഷമമില്ല. നാമമാകുന്ന ചെറിയൊരു തോണി മതി എന്ന് കാണിക്കുന്നതായിട്ടുള്ള അജാമിളോപാഖ്യാനം, 4 അക്ഷരമുള്ള നാമം. ആ 4 അക്ഷരമുള്ള നാമം അജാമിളൻ ജപിച്ചപ്പോ തന്നെ എന്താ പറഞ്ഞിരിക്കണത്? ഇത്രയൊന്നും ആവശ്യമില്ല, 2 അക്ഷരമുള്ള നാമം മതി എന്നുള്ളത് ചതുർത്ഥസ്കന്ധത്തിൽ വെച്ചേ ദേവി നമ്മളോട് പറയുന്നുണ്ട്. യദ്വ്യക്ഷരം നാമ, ഓരോരുത്തരും ഓരോ നാമാണ് അല്ലേ. ലോകത്തില് പലതരം മധുര സാധനങ്ങളും ഉണ്ട്, മിഠായികള്, പലതരം മധുര സാധനങ്ങളും ഉണ്ട്. ഓരോരുത്തർക്കും ഓരോന്നാ ഇഷ്ടം. ഇതേമാതിരി നമുക്ക് ഭാഗവതത്തിൽ കാണാം, ഭാഗവതത്തിലെ ഭക്തന്മാർക്ക് ഓരോ തരം നാമാണ് ഓരോരുത്തരും ജപിച്ചിരിക്കുന്നത്. അജാമിളൻ നാരായണ നാരായണ എന്ന് ജപിച്ചു എന്നേ ഉള്ളൂ. വൃത്രാസുരനോ അഹം ഹരേ തവ ആണ് പറഞ്ഞു വെക്കണത്. വൃത്രാസുരൻ നമുക്ക് എന്താ കാണിച്ചു തരുന്നത്? നമുക്കത് പറയാറായാ മതി. എന്ത്? അഹം ഹരേ തവ, ഞാൻ അവിടുത്തെയാണേ ഗുരുവായൂരപ്പ എന്ന് പറയാറായാ മതി എന്ന് കാണിക്കണം. ഹരിനാമം 2 അക്ഷരമുള്ള നാമം. വളരെ രസമായിട്ടാണ് ഓരോ കഥകളും. നമുക്ക് ഭാഗവതത്തിലെ ഓരോ കഥകൾ കേൾക്കണ സമയത്തും നമുക്ക് തോന്നും ഏത് കഥയാ അപ്പം അതിലെ ഏറ്റവും മധുരമായിട്ടുള്ളത് എന്ന് തോന്നും. അത്രമാത്രം മാധുര്യം നിറഞ്ഞതാണ് ഓരോ കഥകളും. അജാമിളന്റെ കഥയിൽ കൂടിയിട്ട് പിന്നെ ആ നാമ മാഹാത്മ്യം കാണിച്ചു. ഭഗവാൻ എങ്ങനെയാ പതുക്കനെ അല്ലേ, അജാമിളൻ പിന്നെ ആദ്യം
അജാമിളോ നാമ മഹീസുരപുര ചരൻ വിഭോ ധർമ്മപഥാൻ ഗൃഹാശ്രമി. ആ നേർവഴിക്ക് ജീവിച്ച ഒരാളായിരുന്നു. വാസനാബലാൽ അതിന് വളരെ ശക്തിയുണ്ട്. നമ്മളുടെ പ്രാരബ്ധത്തിന് എന്ന് കാണിച്ചു. നമ്മൾ എന്തോന്നാണ് സമ്പാദിച്ച് വെച്ചിരിക്കുന്നത്, ആ വാസന അനുസരിച്ച് നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് നീങ്ങാൻ പറ്റുള്ളൂ. ഇല്ലേ? നമ്മൾ തന്നെ പറയാറുണ്ട്, മത്തൻ നട്ട കുമ്പളം മുളയ്ക്കുവോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ നല്ലൊരു വാസന നമ്മൾ സമ്പാദിച്ച് വെക്കണം. അപ്പോഴേ നമുക്ക് നമ്മളുടെ മാർഗം ശരിയാവുള്ളൂ. പക്ഷെ ഭാഗവതത്തിന് ഒരു ഗുണമുണ്ട്. ഇതിൻ്റെ ഒക്കെ അപ്പുറത്താണ് ഭഗവാന്റെ കാരുണ്യം. എന്നാണ് ആ ഭാഗവതം കൊണ്ട് കാണിക്കുന്നത്. നമ്മൾ കുറച്ചേ പണിയെടുക്കണ്ടോ, അതിലേക്കാളൊക്കെ വളരെയധികം നമ്മളെ വളരെ ശ്രദ്ധിച്ചും കൊണ്ടും അല്ലേ. നടക്കാറാവാത്ത കുട്ടികൾ നടക്കണ സമയത്ത് എപ്പോഴും അച്ഛനമ്മമാരുണ്ടാവും അവരെ ശ്രദ്ധിച്ചും കൊണ്ട്. വീഴുവോ? ഞാൻ അവനെ നടക്കാൻ പഠിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ്, അപ്പൊ അവൻ വീഴുവോ ഇത് നോക്കിക്കൊണ്ട് കൈ പിടിക്കാൻ, വീഴുമ്പോഴേക്കും ചെന്ന് പിടിക്കാൻ തയ്യാറായും കൊണ്ട് അച്ഛനമ്മമാര് നിൽക്കണം. ഇതേമാതിരിയാണ് ഈശ്വരൻ നമ്മളുടെ അടുത്ത് എന്ന് ഓരോ കഥകളിൽ കൂടിയിട്ടും കാണിക്കുകയാണ്. അതാണ് ഭാഗവതത്തിന്റെ പ്രാധാന്യം. ഇത്ര മധുരം 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 മധുരാധിപതേരഖിലം മധുരം എന്ന് വില്ലോങ്കലം സ്വാമിയാര് ചെല്ലുന്നുണ്ട്. ഭഗവാന്റെ രൂപം പോലെ അതിമധുരമാണ് ഭഗവാന്റെ കഥകളും എന്ന് ഭാഗവതം നമുക്ക് കാണിച്ചു തരണു. കലികാലത്ത് നമുക്ക് ഭഗവാനെ നേരിട്ട് കാണുന്നില്ലെങ്കിലും ഭഗവാൻ എവിടെയായിരിക്കണത്? ഭാഗവതത്തിലാണ് ഇരിക്കണത് എന്ന് പറയുന്നുണ്ട്. ഭഗവാൻ തന്നെ ഉദ്ധവനോട് പറയുന്നുണ്ട്. അപ്പൊ അത് കാരണം അത്രമാത്രം മധുരമുള്ളതാണ് ഭാഗവതത്തിലെ കഥകള്. അങ്ങനെ ഉള്ള അജാമിളൻ വഴിതെറ്റി പാപങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴും എത്ര വളരെ വിഷമില്ലാതെ എളുപ്പമായിട്ട് എത്ര രസമായിട്ട് അജാമിളനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നത്. നാരായണ എന്നുള്ള 4 അക്ഷരത്തിൽ കൂടിയിട്ട്, നാമത്തിൽ കൂടിയിട്ട്. പോഷണം തദനുഗ്രഹ ആണ് ഭഗവാന്റെ അനുഗ്രഹം. എങ്ങനെയാ ഭഗവാൻ തൻ്റെ ഭക്തന്മാരെ പോഷിപ്പിക്കുന്നത്? അപ്പോഴെന്തെങ്കിലും ഒരു പിടിവള്ളി വിട്ടുകൊടുക്കണം ഓരോ ജീവനും. അല്ലെങ്കിൽ എങ്ങനെയാ ആ വാസനയിൽ നിന്ന് മോചിച്ചു പോരുക? വാസന കൊണ്ടേ നേരെയാവുള്ളൂ എന്ന് പറയണു. നമ്മൾ അറിയാതെ എത്ര ജന്മായി നമ്മൾ എടുക്കണമെന്ന് അറിയില്ല, എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കണമെന്ന് അറിയില്ല, ഏതൊക്കെയോ തരത്തിലുള്ള വാസനകൾ നമ്മൾ സമ്പാദിച്ചു വെച്ചിരിക്കണു. സാരല്ല. അപ്പോഴാണ് സജ്ജനങ്ങൾ നമ്മളെ ആശ്വസിപ്പിക്കണത്. ഒരു നാളര നാഴിക ചിന്ത ചെയ്യൂ. ഒരു ജീവിതത്തില് നമ്മൾ കുറച്ച് ഭഗവാനെ സേവിച്ചാൽ മതി. എത്ര എത്ര കഥകളാ ഭാഗവതത്തിൽ അതിനുദാഹരണമായിട്ട് പറയണത്. കുറച്ചേ നമ്മൾ ഭഗവാനെ സേവിക്കണ്ടു. ആ സമയത്ത് അപ്പോ ആ വാസന നമ്മുടെ ഒപ്പം ഉണ്ടാവും. ആ വേണ്ട സമയത്ത് നമുക്ക് അത് തരണു. അതാത് സമയത്ത് സന്ദർഭോചിതം നമുക്ക് അത് തന്ന് നമ്മളെ രക്ഷിച്ചെടുക്കണു ഭഗവാൻ എന്ന് കാണിക്കണതായിട്ടുള്ള കഥകള്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഷഷ്ഠസ്കന്ധത്തില് വേറെയുള്ള കഥാപാത്രങ്ങളെയും കാണിക്കുന്നുണ്ട്. ഇത് വിധിയുടെ ഒരു കളി. അജാമിളൻ മറഞ്ഞു പോയതും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തിരിച്ചു വന്നതും. നേരെ മറിച്ച് ദേവേന്ദ്രനെ നോക്കിക്കോളൂ. ദേവേന്ദ്രൻ സത്വഗുണപ്രധാനിയാണ് അല്ലേ? അപ്പോ ശരിക്കും ആലോചിച്ചാൽ രജോ ഗുണം തമോ ഗുണത്തിൻ്റെയൊക്കെ ആധിക്യമുള്ള പാപകർമ്മങ്ങള്, അതേമാതിരി സ്ഥാനം മുതലായിട്ടുള്ള ധനത്തിനോട് സ്ഥാനമാനാദികളോട് ഒക്കെയുള്ള മോഹം ഉണ്ടാവാൻ പാടില്ല. ശരിക്ക് കുറേയും കൂടിയും ശുദ്ധാവണമായിരുന്നു ദേവേന്ദ്രന്റെ മോഹം, ദേവേന്ദ്രന്റെ മനസ്സ്, ദേവന്മാരുടെ മനസ്സ്. പക്ഷേ അതാണ് പറയണത്, ധനം എന്ന് പറയണത് എപ്പോഴും നമ്മളെ കൂടുതൽ കൂടുതൽ അതിലേക്ക് താഴ്ത്തണതാണ്, അത് അല്ലാതെ ഭഗവാനിലേക്ക് ഉയർത്തണതല്ല എന്ന് ഭാഗവതം നമ്മളെ പഠിപ്പിക്കണം. അത് വളരെ രസമായിട്ട് ഗംഭീരായിട്ട് പറയുന്നുണ്ട് ഭാഗവത്തില്. ദേവേന്ദ്രനൊന്നും ഒരു വിഷമവും ഇല്ല. അവിടെ ചെന്ന് ഭഗവാനെ സ്തുതിക്കുമ്പോഴേക്ക് ഭഗവാനെ പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇത്രയ്ക്കൊക്കെ ദുരിതം അനുഭവിച്ചിട്ട് ദേവേന്ദ്രന് തോന്നുന്നുണ്ടോ എന്നാ ഇനി ഇതൊന്നും വേണ്ട, ഈ സ്വർഗാദി ലോകങ്ങളൊക്കെ അങ്ങോട്ട് പോട്ടെ, കാരണം അവിടെ ഇരുന്നിട്ട് എനിക്ക് ഇത്രയധികം ദുഃഖങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്വർഗാദി ലോകങ്ങൾ എനിക്ക് വേണ്ട, ആ സ്ഥാനമാനാദികളൊന്നും എനിക്ക് വേണ്ട, ഇതിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കുന്നതായിട്ടുള്ള ഭഗവാൻ മാത്രം മതി എന്ന് എന്തുകൊണ്ട് ദേവേന്ദ്രന് ഭഗവാനെ ശരണാഗതി അടയാൻ പറ്റണില്ല? ആണ് വൃത്രാസുരൻ നമ്മളെ പഠിപ്പിക്കുന്നത്.
ദേവേന്ദ്രൻ പിന്നെ എന്താ പറയാ, ഭഗവാൻ വന്നിട്ട് ഓരോ പ്രാവശ്യവും ഭഗവാനെ ചെന്ന് ശരണം പ്രാപിക്കുന്ന സമയത്ത് ഭഗവാൻ പ്രത്യക്ഷാവുന്നുണ്ട്. അപ്പൊ ആ തൽക്കാലം പാലം കടക്കുവോളം നാരായണ ജപിക്കണ ആ സ്വഭാവം മാത്രമാണ് ദേവേന്ദ്രൻ കാണിക്കണത്. അത് കഴിഞ്ഞാലോ എത്ര വൈകുണ്ഠ കഥാ സുധാപക, ഭാഗവത്തിലെ പഞ്ചമസ്കന്ധത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്വർഗത്തിൽ പോണെന്ന് വിചാരിക്കരുതേ. ഭഗവത് കഥയോ നാമോ ഒന്നുമില്ല അവിടെ. ആ വക സുഖങ്ങളൊക്കെ അങ്ങോട്ട് അനുഭവിക്കാൻ തുടങ്ങിയാൽ അത് മാത്രമേ ഉള്ളൂ അവിടെ. ആ വക സുഖങ്ങൾക്ക് മാത്രമേ അവിടെ പ്രാധാന്യമുള്ളൂ, ഭഗവത് കഥയ്ക്ക് ഇല്ലേ ഇല്ല എന്ന് പറയുന്ന ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ സ്വകാര്യ കുശലാ സുരാഹ, ഭാഗവതം തുടങ്ങുമ്പോ പറയുന്നുണ്ട്, ദേവന്മാര് ഒരു സൂത്രം ചെയ്യാൻ നോക്കി. ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് ഭാഗവതം കൊടുക്കുന്ന സമയത്ത്, എന്നാ പിന്നെ അതും ഇങ്ങോട്ട് തന്നാലോ, ഞങ്ങള് പരീക്ഷത്തിനെ ശാപത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അമൃത് തരാം എന്നങ്ങനെ പറഞ്ഞപ്പോ ശ്രീശുക ബ്രഹ്മർഷിയുടെ ഒരു ചിരി ഉണ്ടായി എന്നാണ് അവിടെ. ഈ സൂത്രം കൊണ്ടും സാമർഥ്യം കൊണ്ടും ഭാഗവതം കിട്ടുന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഇല്ല, അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രം കിട്ടണതാണ് എന്നുള്ളതാണ് ആ ചിരിയുടെ അർത്ഥം. അല്ലാണ്ട് വെറുതെ ഒന്നും ദേവന്മാരാണ് വന്നത് എന്ന് വിചാരിച്ചിട്ട് ഭാഗവതം കിട്ടില്ല എന്നർത്ഥം. ഭഗവാന്റെ പാദത്തിൽ ഭക്തിയോട് കൂടിയിട്ടാണ് വരണത് എന്നുണ്ടെങ്കിൽ ഏത് ഗജേന്ദ്രനായാലും ഏത് ചളിക്കുണ്ടിൽ കിടന്നിട്ടാണെങ്കിലും നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ എന്നങ്ങോട്ട് വിളിക്കുമ്പോഴൊക്കെ ഭഗവാനെ കാണാറാവും, ഭഗവാന്റെ അനുഗ്രഹം കിട്ടാറാവും. അല്ലാത്തവർക്കോ ഏത് ദേവന്മാരായാലും ഭഗവാനെ മുമ്പിൽ കണ്ടാലും പ്രാർത്ഥിക്കാൻ പറ്റില്ല, ഭക്തിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്ന്. ഇപ്പൊ നമുക്ക് കാണാം, നമ്മൾ പുറത്തിറങ്ങിയിട്ട് എവിടെ നടന്നാലും എല്ലാ വീടുകളിലും ഓരോ സ്റ്റാർ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും. ഭാഗവത്തിൽ അതുപോലെ ശോഭിക്കണ പലതരം നക്ഷത്രങ്ങളെ, പലതരം കഥാപാത്രങ്ങളെ നമുക്ക് കാണാം. ഏത് സ്റ്റാറാണ് നമ്മളുടെ ഹൃദയത്തിൽ വേണ്ടത്? വൃത്രാസുരനെ പോലെയുള്ളവരായിരിക്കണം. അത്ര അതിമനോഹരമായിട്ടുള്ള ആ വെള്ളി നക്ഷത്രങ്ങള് അല്ല, ഭക്തിയുടേതായ ആ മനോഹാരിതയുള്ള സ്വർണ്ണ നക്ഷത്രങ്ങള് ആയിരിക്കണം നമ്മളുടെ ഹൃദയത്തില് എന്ന് ഭാഗവതം നമുക്ക് കാണിച്ചു തരണം. അതാണ് വൃത്രാസുരന്റെ കഥയുടെ വലിയൊരു പ്രാധാന്യം. വൃത്രാസുര കഥോപേതം യൽ ഭാഗവതമിഷ്യതേ എന്ന് പറയുന്നുണ്ട്. വൃത്രാസുരന്റെ കഥ വന്നപ്പോഴാണ് ഭാഗവതമായത് എന്ന് പറയുന്നുണ്ട്. അത്രമാത്രം പ്രാധാന്യമുണ്ട് വൃത്രാസുരന്റെ കഥയ്ക്ക്. എന്താ കാരണം? വൃത്രാസുരന്റെ ഭക്തി. വാസനാവശാജുഹാവ, അജാമിളൻ വാസന കൊണ്ടാണ് അജാമിളന് നാമം ജപിക്കാൻ സാധിച്ചത്. ഈ ഒരു സദ്വാസനയാണ് നമ്മൾ ജീവിതത്തിൽ സമ്പാദിക്കേണ്ടത് എന്ന് ഓരോ കഥകളിൽ കൂടിയിട്ടും ഈ ഉപദേശം പറയാൻ തുടങ്ങിയാൽ നമുക്ക് അത്രയധികം സമയം ഈ ഉപദേശത്തിൽ മനസ്സ് നിൽക്കില്ല. ഇത് ആചാര്യന്മാർക്കറിയാം, ഗുരുനാഥന്മാർക്കറിയാം. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? കഥകൾ പറഞ്ഞു തരും നമുക്ക്, പലതരം കഥകള്. ഈ കഥകൾ കേൾക്കുന്ന സമയത്ത് ഒരേ വിഷയമായിക്കോട്ടെ, ഭക്തിക്ക് പ്രാധാന്യം, ബാക്കിയൊക്കെ നിസ്സാരാണ്, ഭക്തി മാത്രമാണ് നിങ്ങൾ ജീവിതത്തിൽ സമ്പാദിക്കേണ്ടത് എന്നാണ് എല്ലാ കഥയിൽ കൂടിയിട്ടും കാണിക്കണത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ കഥകൾക്ക് എന്തൊരു വൈവിധ്യ ഭാഗവതത്തില്. വേറെ ഏതൊരു പുരാണ ഇതുപോലെ വായിക്കാൻ പറ്റുക അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ലോകത്തിൽ മുഴുവൻ അങ്ങനെ പിന്നെ എല്ലാ സമയത്തും പ്രചരിച്ചും കൊണ്ടിരിക്കുകയാണ് ഭാഗവതം. എങ്ങനെ വന്നു? അതാണ് ഭാഗവതത്തിന്റെ പ്രാധാന്യം. വ്യാസനും കൂടി അത് അനുഭവപ്പെട്ടു എന്ന് ഭാഗവതം തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്. ഇനി പിന്നെ വേറെ ഒരു ഗ്രന്ഥം എഴുതേണ്ടി വന്നിട്ടില്ല വ്യാസന് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കണം, തീർച്ചയായിട്ടും വ്യാസന് വേറെ ഒരു ഗ്രന്ഥം എഴുതേണ്ടി വന്നില്ല. നമ്മള് ഭാഗവതം വായിച്ചും കൊണ്ടും കേട്ടും കൊണ്ടും ഇരിക്കുകയാണ്. അപ്പൊ എന്ത് വേണം? അതിൻ്റെ ആ പൂർണ്ണത, ആ പൂർണ്ണ ഭക്തി, ഏത് തരത്തിലുള്ള ഭക്തി ഉണ്ടായാലാണോ അത്രയും നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണ്ടു. ഇന്ന ആളെ പോലെ ഉള്ള ഭക്തി വേണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണ്ട. ഏത് തരത്തിലുള്ള ഭക്തി ഉണ്ടായാലാണോ നമ്മൾ പൂർണ്ണരാവുക, അതും പറയണ്ട. അവിടുത്തേക്ക് സന്തോഷാവുക, ഗുരുവായൂരപ്പൻ്റെ സന്തോഷം, ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്തോഷം, അത് മാത്രമേ നമുക്ക് വേണ്ടൂ. അത് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് ഭാഗവതം നമുക്ക് കാണിച്ചു തരണം. അല്ലെങ്കിൽ ഈ ഭക്തി നമുക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഭക്തി ഉണ്ടായാൽ
എന്തില്ലെങ്കിലും സാരല്ല. ഇതാണ് ഭാഗവതം നമുക്ക് തരണ ധൈര്യം. ശുക്തിസ്ഥ പത്മപത്രസ്ഥ വാർബിന്ദു വൃത്രവാസവൗ മുക്തോത്തം സായതേ പൂർവോ മുക്തോ ഭാസായതേ പരാ. ഭാഗവതം രണ്ട് കഥാപാത്രങ്ങളെ, കുറച്ച് അധ്യായങ്ങളെ കൊണ്ട് രണ്ട് കഥാപാത്രങ്ങളെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒന്ന് ദേവേന്ദ്രൻ, ഒന്ന് വൃത്രാസുരൻ. ഈ ഒരേ തുള്ളി ഒക്കെ ജീവനാണല്ലോ, നമുക്കറിയാം. ദേവേന്ദ്രനാണെന്നുണ്ടെങ്കിലും മനുഷ്യരാണെന്നുണ്ടെങ്കിലും ജീവജാലങ്ങളാണെന്നുണ്ടെങ്കിലും ഒക്കെ അതെ, ഓരോ തരം ജീവന്മാരാണ് അല്ലെ. വൃത്രാസുരനും ദേവേന്ദ്രനും രണ്ടും ഓരോ മഞ്ഞുതുള്ളിയായിട്ട് സങ്കല്പിക്കുക. ഈ മഞ്ഞുതുള്ളി വെറും താമരയുടെ ഇലയിലാണ് വീണത് എന്നുണ്ടെങ്കിൽ അത് നല്ല മുത്തുമണി പോലെ ശോഭിച്ചും കൊണ്ടിരിക്കും. നല്ല ഭംഗിയാ താമരയുടെ ഇലയില് ഒക്കെ ഒരു തുള്ളി വെള്ളത്തുള്ളി ഇങ്ങനെ ഇരിക്കണത് കാണാൻ. കുറച്ച് കഴിഞ്ഞാലോ അതങ്ങോട്ട് പോവും, വെള്ളത്തിലേക്ക് ചേരും. അത് വെള്ളമായിട്ട് തന്നെ ആവണം. നേരെ മറിച്ച് അതേ മഞ്ഞുതുള്ളി ഒരു മുത്തുച്ചിപ്പിയിലാണ് വീണത് എന്നുണ്ടെങ്കിലോ അത് മുത്തായിത്തീരുണു. അങ്ങനെ മുത്തുച്ചിപ്പിയിൽ വീണ് മുത്തായിത്തീർന്ന വൃത്രാസുരന്റെ കഥ. ഒന്നുമില്ല വൃത്രാസുരന്. ദേവേന്ദ്രന് എല്ലാം ഉണ്ട്. പക്ഷേ ഇനി നമ്മളേതാ സ്വീകരിക്കേണ്ടത്? ആരുടെ വഴിയാ നമ്മൾ സ്വീകരിക്കേണ്ടത്? ആരെ പോലെ ആവണം എന്നാണ് നമ്മൾ മോഹിക്കേണ്ടത്? അത് നമ്മുടെ ഇഷ്ടം. യഥേച്ഛസി തഥാ കുരു. ഭഗവത്ഗീതയില് പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അങ്ങനെയാ പറയണത്. ഞാൻ പറയേണ്ടതൊക്കെ നിനക്ക് പറഞ്ഞു തന്നു അർജുന, ഇനി നിനക്കിഷ്ടമുള്ള വഴിക്ക് നീങ്ങാം. എന്താ അതിൻ്റെ അർത്ഥം? ഭഗവാന്റെ ഉപദേശങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എത്ര യോഗേശ്വര കൃഷ്ണോ, എത്ര പാർത്ഥോ ധനുർധര, തത്ര ശ്രീർ വിജയോ ഭൂതിർ ധ്രുവ നീതിർമതിർമമ. പിന്നെ അവന്റെ വഴി പഴക്കില്ല. അത് ഭഗവാൻ അറിയാം. അതാണ് ഭഗവാൻ ആ ധൈര്യമായിട്ട് അത് പറഞ്ഞിരിക്കണത്. ദാ വഴി പഴക്കില്ല. ഭഗവാനെ സർവാത്മന ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ വഴി പഴക്കില്ല. അത് എവിടെയോ ആയിക്കോട്ടെ ആ ജന്മം എന്ന് കാണിക്കണ കഥയാണ് വൃത്രാസുരന്റെ കഥ. വൃത്രാസുരന്റെ നമുക്ക് വളരെ പ്രസിദ്ധാണല്ലോ. വൃത്രാസുരൻ ആഭിചാര ഹോമാഗ്നിയിലാണ് ഉണ്ടായിരിക്കണത്. വിശ്വരൂപനെ ദേവേന്ദ്രൻ നിഗ്രഹിച്ചു. പിന്നുകൂടി ചെന്ന് തലവെട്ടിക്കൊന്നു. തൻ്റെ ഗുരുനാഥനായിട്ടുള്ള ബൃഹസ്പതി തന്നോട് പിണങ്ങി പോയി. അതിനും കാരണം എന്താ? അദ്ദേഹത്തിനെ വേണ്ട പോലെ മാനിച്ചില്ല. നോക്കിക്കോളൂ, സ്വർഗത്തില് സകലവിധ അനുഗ്രഹങ്ങളോടും കൂടിയിട്ട് അനുഗ്രഹിച്ചും കൊണ്ടിരിക്കുന്നുണ്ട് ബൃഹസ്പതി. എന്നിട്ട് എന്തേ ദേവേന്ദ്രനെ വഴി പഴയ്ക്കാൻ? അതാണ് നമ്മളിപ്പോ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും, നമ്മളൊക്കെ സ്വതവേ മോഹിക്കണത് എന്തിനാ? ഈശ്വരനെ ഭജിക്കണത് എന്തിനാ? നല്ല നിലക്കുള്ള ഒരു ധനസ്ഥിതി, നല്ല നല്ല സ്ഥാനമാനങ്ങള് അല്ലെ, ആ വക ലൗകിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ഈശ്വരനെ ഭജിക്കണത്. നമ്മളൊക്കെ അവിടെ എത്തിയിട്ടേ ഉള്ളൂ. തീർച്ചയാത് നമ്മളൊക്കെ ഭഗവാനെ ഭജിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. പക്ഷേ കുറേ ഭഗവത് കഥകൾ കേൾക്കണ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു മോഹം ഉണ്ടാവും. ഇതൊക്കെ ഒരു പരിധി വരെ മതി, ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ നേടേണ്ടതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും ഭഗവത് കഥകൾ കേട്ടാൽ. അതാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. കുറച്ചൊക്കെ ഇല്ലാണ്ട പറ്റില്ല, ലൗകികമായിട്ട് ഉള്ള ജീവിതത്തിന് വേണം, ഒക്കെ പാകത്തിന് മതി. അതാണ് പരമമായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹം എന്ന് വിചാരിക്കണ്ട എന്ന് ദേവേന്ദ്രൻ നമ്മളെ പഠിപ്പിക്കുന്നു. ദേവേന്ദ്രന് ഇതൊക്കെ ഉണ്ടായിട്ട് ആ ഇന്ദ്രന്റെ സിംഹാസനത്തിൽ കയറിയിരുന്നപ്പോ വ്യാഴാചാര്യൻ വന്നപ്പോ കണ്ടു നടിച്ചില്ല. വ്യാഴാചാര്യൻ യോഗശക്തി കൊണ്ട് മറഞ്ഞു. അവിടെ വിശ്വരൂപനെ രക്ഷിക്കാൻ ഉണ്ടായുള്ളൂ. എന്നാൽ ആ നന്ദി അദ്ദേഹത്തിനോട് കാണിക്കാൻ പറ്റിയോ ദേവേന്ദ്രന്? അസുരന്മാർക്ക് യാഗഭാഗം കൊടുക്കണമെന്ന് കണ്ടപ്പോ വിശ്വരൂപനെ കൊന്നു. 3 ശിരസ. ഗുരുഹത്യ. തനിക്ക് എല്ലാം പറഞ്ഞു തന്ന തൻ്റെ ഗുരു പിണങ്ങിപ്പോയ സമയത്ത് എനിക്ക് ഈ വക സ്ഥാനങ്ങൾക്കൊന്നും മോഹമില്ല ദേവേന്ദ്ര നസ്സലായിട്ട് പറഞ്ഞുകൊണ്ടാണ് വിശ്വരൂപൻ വന്ന ആചാര്യനായിട്ട് ഇരുന്നിരിക്കുന്നത്. ഈ വക സ്ഥാനങ്ങളൊക്കെ സാധാരണ ഭഗവാനെ സേവിക്കണ ഒരാള്, ഭഗവത് ഭക്തൻ
ശക്തനായിട്ടുള്ള ഒരാള് ദേവേന്ദ്ര ഇത്ര വലിയ സ്വർഗത്തിലെ പൗരോഹിത്യ സ്ഥാനം കൂടി മോഹിക്കില്ല. അതുകൊണ്ട് എനിക്കതിന് മോഹമില്ല. പക്ഷേ എൻ്റെ കർത്തവ്യാണ് എന്ത്? നിങ്ങൾ എൻ്റെ സഹോദരന്മാര് വന്നിട്ട് വിശ്വരൂപ ഞങ്ങളുടെ ആചാര്യനായിട്ട് ഇരിക്കൂ എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കേണ്ടത് എൻ്റെ കർത്തവ്യാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരമസജ്ജനമായിട്ടുള്ള വിശ്വരൂപൻ അവിടെ വന്നിരിക്കുന്നത്. എന്നിട്ടോ അദ്ദേഹത്തിന്റെ ശിരസ് വെട്ടിക്കൊന്നു. ഗുരുഹത്യ, ഗുരുവിനെ കൊന്ന പാപം സമ്പാദിച്ചു. പോരാ, അത് കഴിഞ്ഞപ്പോ വിശ്വരൂപന്റെ അച്ഛൻ തൊഷ്ടാവിന് സഹിക്കുവോ? തൻ്റെ പുത്രനെ വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വഞ്ചിച്ചു കൊല്ലേ? എന്നാ അതിന് പകരം എന്തൊക്കെയോ കാര്യങ്ങളാണ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കണത്. ഇന്ദ്രശത്രോ വിവർദ്ധസ്വ, ഇന്ദ്രശത്രു വളർന്നു വരട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ അത് സ്വരം പഴച്ചു. ഭഗവാനെ സേവിക്കുക എളുപ്പം, കൃഷ്ണരാമ ഗോവിന്ദ എന്നൊക്കെ നാമം ജപിക്കണ പോലെ അല്ല വേദമന്ത്രങ്ങൾ ജപിക്കണത്. എന്തിനാ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഭഗവാനെ അറിയാം നമുക്ക് വേണ്ടത് അനുഗ്രഹിച്ചു തരാൻ. നമ്മളിരിക്കണ അതിൽ കൂടി ഭഗവാനെ സേവിച്ചാൽ മതി. അപ്പൊ എളുപ്പണ്ട, അപകടം പറ്റില്ല. ആ മനസ്സിന്റെ ആ വൈകാരിക ഭാവം കാരണം മന്ത്രം പഴച്ചു ചൊല്ലിയത്. അപ്പൊ എന്തായി? ഇന്ദ്രനെ കൊല്ലുന്ന ഇന്ദ്രന്റെ ശത്രു വളർന്നു വരട്ടെ എന്നുള്ളതിന് പകരം ഇന്ദ്രനാൽ കൊല്ലുന്ന ശത്രു വളർന്നു വരട്ടെ എന്നായി അർത്ഥം. സ്വരം ലേശം പഴച്ചു, അത്രയുള്ളൂ. അങ്ങനെ ഉള്ള ഒരു ജനനാണ് വൃത്രാസുരന്റെ. ആലോചിച്ചു നോക്കുള്ളൂ, ഇത് എന്തായി വൃത്രാസുരനിൽ കൂടിയിട്ട് ഇനി ഇതിലധികം ഓരോ ഭക്തന്മാരുടെ ഭക്തി ഭാവവും ശരിക്ക് വൃത്രാസുരനില് നമുക്ക് കാണാം. പ്രഹ്ലാദന്റെ അതിമനോഹരമായിട്ടുള്ള ഭാവം, ധ്രുവന്റെ ആ നിഷ്കളങ്കമായിട്ടുള്ള ഭാവം, ഉദ്ധവന്റെ ആ അതിമനോഹരമായിട്ടുള്ള വിനീത ഭാവം, ഗോപസ്ത്രീകളുടെ അത്യധികമായിട്ടുള്ള പ്രേമഭാവം, ഇങ്ങനെ ഭക്തിയുടെ എല്ലാ പൂർണ്ണഭാവവും വൃത്രാസുരനില്. വൃത്രാസുരൻ എങ്ങനെയാ ഉണ്ടായത് നമ്മൾ ഓർമ്മിക്കണം. ഈ ദേവേന്ദ്രനെ പോലെ വലിയൊരാളായിട്ടാണോ? അല്ല, ആഭിചാരാഗ്നിയിൽ ആണ് വൃത്രാസുരന്റെ ജനം. എന്നിട്ട് എന്താ കാര്യം? അതാണ് ആ ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ സമ്പാദിക്കേണ്ടത് സമ്പാദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാ ജനിച്ച്, എങ്ങനെയാ നിങ്ങൾ ജനിച്ചിരിക്കണത്, എങ്ങനെയാ നിങ്ങൾ മരിച്ചിരിക്കണത്, ഇതൊന്നും ചോദ്യമില്ല. അതാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ അനുഗ്രഹം കയ്യിൽ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നിനും അവിടെ പ്രസക്തിയില്ല. അനുകൂലേ ജഗന്നാഥേ വിപരീതേ വിപര്യയെ. ഭഗവാൻ ഇങ്ങോട്ട് അനുകൂലനായി കഴിഞ്ഞാൽ പിന്നെ എന്തോ ആയിക്കോട്ടെ. പറഞ്ഞില്ലേ, ത്രിമധുരകത്ത് അടി പുറത്ത് എന്ന് പറഞ്ഞു പണ്ട് ഒരു രസികൻ. മൂകാംബികയിൽ പോയിട്ട് മൂകാംബികാദേവിയുടെ ത്രിമധുരം കഴിച്ചാൽ കവിത്വഭാവം രസികനാവും, വളരെ വിശേഷാണ് എന്ന് കേട്ടിട്ട് ഒരാള്, പ്രത്യേകിച്ചും മലയാളികൾക്കാണ് അത്രേ അതിൻ്റെ ഗുണം അധികം കാണുക. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയ അദ്ദേഹം മൂകാംബികയിൽ പോയിട്ട്, അപ്പൊ അത് കൊടുക്കില്ല, പ്രത്യേകിച്ചും മലയാളികൾക്ക് അത് കൊടുക്കില്ല അത്ര യാത്രമധുരം. അവരുടെ പൊട്ടക്കിണറുണ്ട്, അതിൽ കൊണ്ടുപോയി ഇടും. ഇത് മനസ്സിലാക്കി ഇദ്ദേഹം ഇന്ന സമയത്ത് ആ ഉഷപൂജയ്ക്ക് നിവേദിച്ച് ആ പ്രഭാതത്തിലാണ് അത് കൊണ്ടുപോയി കളയണത് എന്ന് മനസ്സിലാക്കി അദ്ദേഹം മുൻകൂട്ടി അതിൽ ഇറങ്ങിയിരുന്നു. എന്നിട്ടോ ഇട്ടപ്പോഴേക്ക് അദ്ദേഹം വാരി എടുത്ത് കഴിച്ചു. അത് കണ്ടു. അപ്പോഴേക്കും ആൾക്കാര് പിടിച്ചു കയറ്റി അടിയോടടി. കുറച്ച് കഴിഞ്ഞു അടിയൊക്കെ അദ്ദേഹം നിന്ന് കൊണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു അത്രേ, എന്തിനാ എന്നെ അടിക്കണത്? അടിപ്പുറത്ത് ത്രിമധുരാകത്ത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അപ്പൊ ആ ഒരു ധൈര്യം, ആ ഒരു സമാധാനം, ആ ഒരു പൂർണ്ണത, കൃതകൃത്യത, കൃതാർത്ഥത എന്നൊക്കെ പറയും, അതിങ്ങോട്ട് നേടിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഒന്നില്ല. അപ്പ കണ്ടു എന്നർത്ഥം. ആ ത്രിമധുരം അകത്തങ്ങോട്ട് ചെന്നപ്പോ കണ്ടു ഇല്ലേ? അകത്ത് ചെന്നാ അറിയാം എന്ന് പറയാറില്ലേ നമ്മള്? ശരിക്കും അറിഞ്ഞു. ആ നിവേദ്യം അകത്തങ്ങോട്ട് ചെന്നപ്പോ കണ്ടു. അപ്പ ആ വാക്കിൽ നിന്ന് അത് വന്നു, അതിന്റെ രസികത്വം. ത്രിമധുരാകത്ത് അടി പുറത്ത്. ഭഗവാനെ ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ വിഷയങ്ങളുടെ അടി എത്ര വേണമെങ്കിൽ നമുക്ക് ഉണ്ടായിക്കോട്ടെ, ആരാ ഇതറിയ? ഇതാണ് പറഞ്ഞതിന്റെ താല്പര്യം. വൃത്രാസുരനും അത് തന്നെയാ പറയണത്. ആ ആഭിചാരാഗ്നിയിൽ നിന്ന് വൃത്രാസുരൻ ഉയർന്നു വന്നു. വളരെ സന്തോഷായി തൊഷ്ടാവിന്. തൊഷ്ടാവ് പറഞ്ഞു ശരി, അദ്ദേഹത്തിനെ പറഞ്ഞയക്കുകയാണ് ദേവന്മാരുടെ നാശത്തിന് വേണ്ടിയിട്ട്. അദ്ദേഹോ നിമിഷം ചെല്ലും തോറും ഇങ്ങനെ വലുതായി 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 വരണ സ്വരൂപം. എന്നിട്ടോ അങ്ങോട്ട് ഉയർന്നു മേപ്പെട്ട്. അസുരന്മാരൊക്കെ പൊതുവെ എങ്ങനെയാണ്?
ഉണ്ടായാൽ ആദ്യം സ്വർഗലോകത്തിലേക്കാ ചെല്ലുക. പിന്നെ പ്രത്യേകിച്ചും വൃത്രാസുരൻ ദേവേന്ദ്രന്റെ നാശത്തിന് വേണ്ടിയിട്ട് സൃഷ്ടിച്ച ആളല്ലേ, അദ്ദേഹം നേരെ സ്വർഗത്തിലേക്കാണ് ചെന്നത്. അവിടെ ചെന്നപ്പോ ഇനി ഇതിലധികം ഭയപ്പെടാനില്ല. ദേവന്മാര് തൽക്കാലം ഒക്കെ വിട്ടോടി. ഓരോ കഥയുടെ ഓരോ രംഗത്തും നമുക്ക് വളരെ രസമായിട്ടുള്ള ഓരോ മിഠായി, അമ്മമാര് കുട്ടികളോട് പറയില്ലേ, ഇത് ചെയ്താൽ ഞാൻ ഈ മിഠായി തരാം, നീ ഈ മരുന്ന് കഴിച്ചാൽ ഞാൻ നിനക്കിത് തരാം എന്ന് പറയണ മാതിരിയാണ് ഓരോ കഥകളിൽ കൂടിയിട്ടും അതിൻ്റെ ഓരോ രംഗത്തും ഓരോ മധുരം നിറഞ്ഞ ഭാവങ്ങളാണ് നമുക്ക് ഭാഗവതം തരണത്. ഈ വൃത്രാസുരനെ ജയിക്കാൻ വേണ്ടിയിട്ട്, വൃത്രാസുരന്റെ ശല്യം ഇല്ലാതാവാൻ വേണ്ടിയിട്ട് ഭഗവാനെ, അല്ല ഞാൻ വിചാരിക്കുന്നത് അതാണ്, ഈ ഭഗവാനെ എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക? വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഭാഗവത്തിലെ കഥാപാത്രങ്ങളിൽ കൂടിയിട്ട് മാത്രമേ നമുക്ക് അത്ര മനസ്സിന് പക്വത ഉണ്ടാവണം. ഈ ലൗകികമായിട്ടുള്ള അനുഭവങ്ങളെ വിലയിരുത്തണവർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ദേവേന്ദ്രൻ ചെന്ന് ഭഗവാനെ ആശ്രയിച്ച സമയത്ത് ഭഗവാൻ പറഞ്ഞു, എന്തിനാ ദേവേന്ദ്ര വിഷമിക്കണത്? ദധീചി മഹർഷിയുടെ എല്ല് മേടിക്കൂ, എന്നിട്ട് പോയിട്ട് വൃത്രാസുരനെ ജയിച്ചോളൂ എന്ന് പറഞ്ഞു. ഇതാണോ ഭഗവാന്റെ അനുഗ്രഹം? ഭാഗവതം കാണിച്ചു തരുന്നു. അതാണ്. അപ്പൊ ഭഗവാന്റെ ശരിയായ അനുഗ്രഹത്തിന് നമ്മൾ, ഇതാണ് വൃത്രാസുരൻ പറയണതും, ദേവേന്ദ്ര ഇതിൻ്റെയൊക്കെ മീതെ വലിയൊരു അനുഗ്രഹം ഉണ്ട് കേട്ടോ ഭഗവാന്റെ, ഇതൊന്നും അല്ല അനുഗ്രഹം എന്ന് വൃത്രാസുരൻ തന്നെ പറയുന്നുണ്ട്. ദധീചി മഹർഷിയുടെ അടുത്ത് നട്ടലിനു വേണ്ടി ചെന്നപ്പോഴോ അദ്ദേഹം അസ്രായിട്ട് പറഞ്ഞു, അല്ല ദേവേന്ദ്ര, അങ്ങക്കുള്ള പോലെ ഞങ്ങൾക്കും ജീവിക്കണം എന്നുണ്ടാവില്ലേ, അപ്പൊ ഞങ്ങളുടെ എല്ല് ചോദിച്ചാൽ ഞങ്ങൾ എങ്ങനെയാ തരിക? അപ്പൊ ദേവേന്ദ്രന്റെ അവിടെ ഒരു വാക്കുണ്ട്, എന്താ ലോകം നമുക്ക് കാണിച്ചു തരണു. ദേവേന്ദ്രനെ കുറ്റം പറയല്ല കേട്ടോ, ദേവേന്ദ്രനിൽ കൂടിയിട്ട് നമ്മളെ മനസ്സിലാക്കുന്നു എന്നാണ് കാണിക്കണത്. നമ്മളെങ്ങനെയാ, നമ്മളുടെ പ്രതിരൂപമാണ് ദേവേന്ദ്രൻ. ദേവേന്ദ്രൻ പറയാണ്, അങ്ങേ പോലുള്ളവര് എന്തും ദാനം ചെയ്യും, ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് വിചാരിക്കുന്നവരാണ് അങ്ങേ പോലെയുള്ളവര്. ഞങ്ങളെ പോലെയുള്ളവര് മനുസ്വാർത്ഥപരോ ലോക എന്ന വേദ പരസങ്കടം, അവരവർക്ക് സുഖമായിരിക്കണം എന്ന് മാത്രമേ ഞങ്ങളെ പോലെയുള്ളവർ വിചാരിക്കാറുള്ളൂ. ഞങ്ങളുടെ സങ്കടം അങ്ങ് മനസ്സിലാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങൾക്ക് എല്ല് തരാണ്ടിരിക്കില്ല. ഞങ്ങൾ അങ്ങേ പോലെയുള്ളവരുടെ മഹത്വം ഞങ്ങൾ മനസ്സിലാക്കണില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെപ്പോലെയുള്ള സ്വാർത്ഥികള് ഇങ്ങനെ വന്ന് ചോദിക്കണതും. ആ വാക്ക് കേൾക്കാനാണ് ദധീചി മഹർഷി. വളരെ നന്നായി. അവിടെ ദധീചി മഹർഷിയുടെ ഒരു വാക്കുണ്ട്, അത് നമുക്കുള്ളതാണ്. എന്താ അത്? അതോ അസലായി അങ്ങ് പറഞ്ഞത്, ഈ ശരീരം എന്നാണ് വീണ് പോവുക നിശ്ചയില്ല. അടുത്ത ക്ഷണാണോ, 10 ദിവസം കഴിഞ്ഞിട്ടാണോ അറിയില്ല. പേപ്പർ വായിച്ച് അറിയാലോ, കുഴഞ്ഞു വീണ് മരിച്ചു. നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കണ്ട, എപ്പോഴാ മരിക്കുക അറിയില്ല. അപ്പൊ എന്ത് വേണം? ആ സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യണം. പരോപകാരായ ദുഹം ദിഗാവ. ലോകത്തിലെ മൃഗങ്ങള്, വൃക്ഷങ്ങള്, നദികള് ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണു. അവരെന്തിനു വേണ്ടിയിട്ടാ? വൃക്ഷങ്ങള് ഫലിക്കണതും പുഷ്പിക്കണതും എന്തിനു വേണ്ടിയിട്ടാ? പരോപകാരായ. പശുക്കള് പാല് ചൊരത്തണു എന്തിനു വേണ്ടിയിട്ടാ? നദികൾ ഒഴുകണു എന്തിനു വേണ്ടിയിട്ടാ? അപ്പൊ പ്രപഞ്ചത്തിലെ ഓരോന്നും ദത്താത്രേയം പറയണില്ലേ, നമ്മൾ പ്രപഞ്ചം കണ്ടാ മതി നമ്മൾ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെ പഠിപ്പിച്ചു കൊണ്ടിരിക്കണു. അതുകൊണ്ട് മനുഷ്യൻ എന്ത് വേണം? പരോപകാരാർത്ഥമിതും ശരീരം. വളരെ സന്തോഷായി. പ്രത്യേകിച്ചും ഭഗവാന് വേണ്ടിയിട്ട് ശരീരം ഉപേക്ഷിക്കാൻ സാധിക്കുകയാണെങ്കിലോ അതൊരു ഭാഗ്യം തന്നെയാണ്. നല്ലൊരു സുവർണാവസരാണ് ദേവേന്ദ്ര എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ശരീരം അങ്ങോട്ട് ഉപേക്ഷിച്ചു. വെട്ടിമുറിച്ച് ദേവേന്ദ്രൻ നട്ടെല്ലെടുത്തത് അദ്ദേഹം അറിഞ്ഞേയില്ല. അദ്ദേഹം അതിൻ്റെ മുമ്പേ ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന ചിറകുകൾ ഉയർത്തി പറന്ന് അദ്ദേഹം ഭഗവാന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പോ എങ്ങനെ വേണം? ദധീചി മഹർഷി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ എല്ലു കൊടുത്തിട്ടാണ്, എല്ലുകൊണ്ടുണ്ടാക്കിയ നട്ടെല്ലുകൊണ്ടുണ്ടാക്കിയ വജ്രായുധം എടുത്തിട്ടാണ് ദേവേന്ദ്രൻ യുദ്ധത്തിന് പോണത്. വൃത്രാസുരൻ തൻ്റെ അതിഗംഭീരന്മാരായിട്ടുള്ള നമുച്ചിശംബരോ നർവാദ്വിമൂർധ ഋഷഭോംബര എത്ര അസുരന്മാരാ അവരോട് കൂടിയിട്ട് യുദ്ധം ചെയ്യാൻ വൃത്രാസുരൻ 33 കോടി ദേവന്മാരോട് കൂടിയിട്ട് ദേവേന്ദ്രൻ അങ്ങനെ കണ്ടു. ദേവേന്ദ്രൻ വജ്രായുധം എടുത്ത് ഇങ്ങനെ ഇരിക്കണ കണ്ട സമയത്ത്, ആനപ്പുറത്ത് അങ്ങനെ ഞെളിഞ്ഞിരിക്കണ സമയത്ത് വൃത്രാസുരൻ ഉറക്കി അങ്ങനെ പുച്ഛിച്ച് ചിരിക്കുക ചെയ്തിരിക്കണത്. എന്ന് പറഞ്ഞുകൊണ്ട്. എന്താ കാരണം? അതോ ഗുരുഹ ഭ്രാതൃഹ ബ്രഹ്മഹ എന്നൊക്കെയാണ് ചിറിയുടെ അർത്ഥം. എത്ര ഗംഭീരം! ഇത് തന്നെയാണ് ലോകം. എന്ത് നാണല്ലാണ്ട് പ്രവൃത്തി ചെയ്താലും
അങ്ങനെ വലിയ വലിയ സ്ഥാനത്ത് ഞെളിഞ്ഞിരിക്കാൻ എൻ്റെ ദേവേന്ദ്ര നാണല്ലല്ലോ. അങ്ങേ പോലുള്ള ഒരു ശത്രുവിനെ തന്നെയാണ് എനിക്ക് കിട്ടേണ്ടത്. വളരെ നന്നായി എന്ന് പറഞ്ഞു. ഭഗവാൻ എനിക്ക് നല്ലൊരു ശത്രുവിനെയാണ് കൊണ്ട് തന്നിരിക്കണത്. ഇത്രയധികം മഹാപാപികളായി, സാധാരണ നല്ലവരെയാണ് കൊല്ലേണ്ടി വന്ന വെച്ചാൽ ദുഃഖം തോന്നും. അങ്ങേ പോലുള്ള ഒരു മഹാപാപിയെ ശരിക്കും കൊല്ലുക തന്നെയാണ് വേണ്ടത്. അല്ല, ഇത്ര കാരുണ്യം ഇല്ലല്ലോ എന്ന് ആലോചിക്കുക. 100 യാഗം ചെയ്യണം ദേവേന്ദ്രനായിരിക്കാൻ. ഈ 100 യാഗത്തിലും ഓരോ മൃഗത്തിനെ കൊല്ലണ്ടേ? അപ്പൊ അത്ര കഠിനനാവണം ദേവേന്ദ്രനായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങയുടെ കൂട്ടക്കാരൊക്കെ ഇത്ര കരുണ ഇല്ലാത്തവരാണ് തീർച്ചയാണ്. പിന്നെ അവിടെ ഇരുന്നാ പിന്നെ എത്ര ആളെ കൊല്ലാനോ വിഷമം ഉണ്ടാവുക? കൊന്ന് ശീലായില്ലേ നിങ്ങളെപ്പോലുള്ളവർക്ക്? അതുകൊണ്ട് ഞാൻ എന്താ ശ്രീ ഹ്രീ ശ്രീ ദയാ കീർത്തിഭിരുചിതം ത്വാം സ്വകർമ്മണ പുരുഷാദൈശ്ചഗരിഹ്യം. ഏത് രാക്ഷസന്മാരും കൂടിയും ചെയ്യില്ല അങ്ങേ പോലെ ഇത്ര കഠിന പ്രവൃത്തി എന്നാണ് വൃത്രാസുരൻ ദേവേന്ദ്രനോട് പറയണത്. ഇതാരോടാ പറയണത്? ദേവേന്ദ്രനോടാണോ? അല്ല, നമ്മളോടാ പറയണത്. നമ്മൾ എന്താ മോഹിക്കണത്? നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് നമുക്കും സ്വർഗത്ത് പോയിട്ട് സുഖമായിട്ടിരിക്കണം എന്നല്ലേ നമ്മൾ മോഹിക്കണത്. എങ്ങനെയുള്ളവരാ സ്വർഗത്തിൽ ഇരിക്കണത്? ആ സ്വർഗം നമുക്ക് വേണോ? ഭാഗവതം കാണിച്ചു തരണ ഭക്തിയുടേതായിട്ടുള്ള മാർഗത്തില് നമുക്ക് ആ ഭക്തിയുടെ ആ മാധുര്യം നമുക്ക് ആസ്വദിക്കാറാവണോ? സ്വർഗത്തിലെ അമൃതന്റെ മാധുര്യം നമുക്ക് ആസ്വദിക്കാറാവണോ? ഭാഗവതം നമ്മളോട് ചോദിക്കണോ. കൃച്ഛ്രേണമച്ഛൂല വിഭിന്നദേഹം അസ്പൃഷ്ടവന്യം സമദന്തി ഗൃദ്ധ്ര അന്യേനു യേ ത്വേഹ നൃശംസമജ്ഞാ യേ ഹ്യുദ്യതാസ്ത്രാ പ്രഹരന്തി മഹ്യം. അതെ, അങ്ങക്ക് സ്വർഗത്തിൽ ഇരുന്ന് മതിയായി എന്നുണ്ടെങ്കിൽ എന്നോട് യുദ്ധം. എന്താ പൗരുഷം! അതുമല്ല, എങ്ങനെയാ അവിടെ വൃത്രാസുരൻ നിൽക്കണത് അതും കൂടി ഒന്ന് അറിയണം. വൃത്രാസുരൻ യുദ്ധത്തിന് അങ്ങോട്ട് ചെന്ന സമയത്ത് ദേവന്മാരോട് കൂട്ടി യുദ്ധം അങ്ങോട്ട് ഗംഭീരായി. അപ്പോഴേക്ക് അവരുടെ ആയുധ പ്രയോഗങ്ങള് തടുക്കാൻ ശക്തിയില്ലാണ്ട് അസുരന്മാരൊക്കെ അങ്ങോട്ട് ഓടി. ഇപ്പൊ എന്തായി? ആ യുദ്ധക്കളത്തില് വൃത്രാസുരൻ ഒറ്റയ്ക്ക്, ഒരൊറ്റ കൂട്ടുകാരായിട്ട് ഒരൊറ്റ ആളില്ല. അങ്ങേ ഭാഗത്തോ ദേവേന്ദ്രന് ദേവന്മാര് മുഴുവനുണ്ട് സഹായത്തിന്. അങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ട് യുദ്ധം ചെയ്യുമ്പോഴാണ് വൃത്രാസുരൻ ഈ വാക്ക് പറയണത്. അതും കൂടി ആലോചിക്കണം. എന്താ വൃത്രാസുരന്റെ ആ പൗരുഷം! വൃത്രാസുരൻ പറയാണ്, അങ്ങക്ക് സ്വർഗത്തിൽ ഇരുന്ന മോഹം തീർന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ മതി. കാരണം ഇനി അങ്ങക്ക് സ്വർഗത്തിൽ ഇരിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങേ കൊല്ലാൻ പോണു എന്ന് തന്നെയല്ല, ഞാൻ അങ്ങേ കൊന്ന് അങ്ങയുടെ ആ ശരീരം ഉണ്ടല്ലോ, ഈ ദേവന്മാരെയും അങ്ങേയും കൊന്ന് ആ ശരീരം മുഴുവൻ ഭൂതബലി കൊടുക്കും. എന്നിട്ടോ എൻ്റെ എല്ലാവിധ കടങ്ങളും ഞാൻ തീർത്ത് മനസ്വിന പാദരജ പ്രബൽസ്യേ. അപ്പോ ആ ഭക്ത വത്സലനായിട്ടുള്ള സംഘർഷണമൂർത്തിയുടെ പാതാരവിന്ദത്തിലേക്ക് ചേരാൻ പോണു ഞാന് എന്നാ പറയുന്നത്. ഞാൻ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞിട്ട് എനിക്ക് പോവാൻ ഒരിടണ്ട് ദേവേന്ദ്ര, അവിടേക്ക് പോവാനാണ് ഞാൻ മോഹിക്കണത് എന്നാണ് വൃത്രാസുരന്റെ വാക്ക്. അല്ലാണ്ട് ഞാൻ അങ്ങേ കൊന്നിട്ട് ഞാൻ സ്വർഗത്തിൽ പോയി സുഖായിരിക്കണമെന്നല്ല. അതാണ് വൃത്രാസുരന്റെ വാക്കിന്റെ വ്യത്യാസം. പക്ഷേ വൃത്രാസുരനെ അറിയാം എന്ത്? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ആദ്യ പൗരുഷം, ആ യുദ്ധോത്സാഹം, അതാണ് വൃത്രാസുരൻ കാണിച്ചത്. അങ്ങേ കൊന്നാൽ അങ്ങയുടെ ശരീരം ഒരൊറ്റ ആള് വന്ന് സംസ്കരിക്കില്ല, ഒരാൾക്കും കൊടുക്കില്ല. ആ ശരീരം നിങ്ങളുടെയൊക്കെ ആ ശരീരം ഞാൻ ഭൂതബലിക്ക് ചെയ്യും ഞാൻ, അല്ലാണ്ട് ഒരാൾ അതിനെ അടുക്കില്ല. കാരണം അങ്ങ് മരിച്ചാലും എൻ്റെ നേർക്ക് വേറൊരാൾ യുദ്ധത്തിന് വരില്ല. അതാണ് വൃത്രാസുരന്റെ ആ പോർവിളി. സുരേശകസ്മാം നഹിനോഷി വജ്രം. അല്ല, എൻ്റെ അടുത്ത് എന്താ ആ വജ്രായുധം കൈപ്പിടിച്ചും ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കണത്? എന്താ യുദ്ധത്തിന് വരാത്തത്? ഒരിക്കലും അങ്ങ് സംശയിക്കണ്ട, അങ്ങയുടെ വജ്രായുധം വെറുതെ ആവില്ല. എന്താ കാരണം? ഒന്ന് ദധീജിയുടെ ഒക്കെ അറിയാം വൃത്രാസുരന്. ഒന്ന് ദധീജിയുടെ ആ തപശക്തിയോട് കൂടിയതാണ്. എവിടെയാണോ ഭഗവാന്റെ അനുഗ്രഹം അവിടെയാണ് എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർ വിജയോ ഭൂതിർ ധ്രുവ നീതിർ മതിർ മമ. ശ്രീ, ഐശ്വര്യം, യശസ്, എല്ലാവിധ വിജയങ്ങള് ഒക്കെ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളിടത്തേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അങ്ങ് സംശയിക്കണ്ട. അങ്ങയുടെ വജ്രായുധം കൊണ്ട് പറയുകയാണ്. എന്താ കാരണം? അഹം സമാധായ മനോയഥാഹ സംഘർഷണസ്തച്ചരണാരവിന്ദേ ത്വദ്വജ്രരംഹോലുളിതഗ്രാമ്യപാശോ ഗതിം മുനേര്യാമ്യപവിദ്ധലോകാം. ഞാന്
മഹർഷിമാര്, വലിയ വലിയ പരമഹംസന്മാര് ഭഗവാനെ സേവിച്ച് സേവിച്ച് എത്തണതായിട്ടുള്ള ഒരു പദവി ഉണ്ടല്ലോ, ആ ലോകത്തിലേക്ക്, ആ സ്ഥാനത്തിലേക്ക് ഞാനിതാ പോവാൻ പോണു. അതുകൊണ്ട് അങ്ങ് ധൈര്യമായിട്ട് എന്നെ കൊല്ലൂ. അപ്പൊ രണ്ടും ഒരുപോലെയാണ് എന്നർത്ഥം. ഭഗവാൻ എനിക്ക് യുദ്ധത്തിൽ ജയം തരികയാണോ, എനിക്ക് സന്തോഷം, ഞാൻ ദാ അങ്ങേ കൊല്ലാൻ പോണു, അതിനുള്ള ശക്തി മുഴുവൻ എനിക്കുണ്ട് എന്ന ഒരു ഭാഗം. അതേസമയം പറയാണ് മറിച്ചും വരാലോ, അങ്ങയ്ക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട്, എനിക്കതറിയാം. അങ്ങ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് വജ്രായുധം. രഥീജി മഹർഷിയുടെ അനുഗ്രഹം, പിന്നെ നട്ടല്ലെന്ന് പറഞ്ഞാൽ സകല ദേവാസുരന്മാരുടെയും ആയുധങ്ങൾ മുഴുവൻ അതിൽ ചെന്ന് ലയിച്ചിട്ടുണ്ട് പാലാഴി മഥനകാലത്ത് അവര് സൂക്ഷിക്കാൻ കൊടുത്തപ്പോ. അപ്പൊ അത്രയും ഗംഭീരമായിട്ടുള്ളതാണ് ആ നട്ടല്. അതുകൊണ്ടുള്ള വജ്രായുധം കൊണ്ടാണ് അങ്ങ് എന്നോട് യുദ്ധത്തിന് വന്നിരിക്കുന്നത്. അത് വെറുതെ ആവില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് സന്തോഷം, ഇതിനേക്കാളും ഒക്കെ വലിയ ഒരു നല്ലൊരു നിലയിലേക്കാണ് ഞാൻ പോണത്. എന്റെ സംഘർഷണമൂർത്തിയുടെ അടുത്ത് ഞാനിത് എത്താൻ പോണു. ഹരേ എന്നങ്ങനെ ദേവേന്ദ്രനെ വിളിച്ചപ്പോ എന്താ ഓർമ്മ വന്നത്? തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദേവേന്ദ്രനെ അല്ല അദ്ദേഹത്തിന് ഓർമ്മ വരണത്. കുറേശ്ശെയായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സാകുന്ന ആ പരമഹംസം ദാ ചിറകടിച്ച് ഭഗവാന്റെ പാദത്തിലേക്ക് എത്താൻ തുടങ്ങി എന്നാണ് കാണിക്കണത്. ശരീരം എവിടെയോ കിടന്നോട്ടെ. ഇതാണ് ഭഗവത് ഉപാസനയുടെ ശക്തി. പുംസാം കിലൈകാന്തധിയാം സ്വകാനാം യാ സംവദോ ദിവി ഭൂമൗ രസായാം നരാദി യദ്വേഷ ഉദ്വേഗ ആധിർമദ കലിർവ്യസനം സംപ്രയാസാം ത്രൈവർഗികായാസ വിഘാതമസ്മൽപതിർവിധത്തെ പുരുഷസ്യ ശക്ര തദോനുമേയോ ഭഗവൽ പ്രസാദോ യോ ദുർലഭോ കിഞ്ചന ഗോചരോന്യൈഹി. നമുക്കൊരു സംശയം വരും, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങ് ജയിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അത് പറയുമ്പോ ആർക്കാണെങ്കിലും ഉള്ളിലൊരു ദുഃഖല്ലേ തോന്നുക? അങ്ങക്ക് ഭഗവാന്റെ അനുഗ്രഹം, അപ്പൊ എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ യുദ്ധത്തിൽ, അതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങ് ജയിക്കും എന്ന് പറയുമ്പോ എനിക്ക് അനുഗ്രഹം ഇല്ലാഞ്ഞിട്ട് ഞാൻ തോൽക്കണു എന്നുള്ളത് വന്നു അർത്ഥം. പക്ഷെ അതാണ് അല്ല. വൃത്രാസുരൻ എന്താ പറയണത്? ഏകാന്ത മനസ്സോട് കൂടിയിട്ട്, അചഞ്ചലമായ പ്രേമഭാവത്തോട് കൂടിയിട്ട് ഭഗവാനെ ഭജിക്കുന്നവരുണ്ടല്ലോ, സ്വകാനാം. അതങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അല്ലേ ദേവേന്ദ്ര? ഭഗവാന്റെ ആൾക്കാർ ആരാ എന്നാണ് അങ്ങ് വിചാരിച്ചിരിക്കുന്നത്? ഏകാന്തമായ മനസ്സോട് കൂടിയിട്ട് ഒരേ ഒരു ലക്ഷ്യം. എന്താ ഒരേ ലക്ഷ്യം? സ്വർഗാണോ? ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ലക്ഷ്യം, നനാകപൃഷ്ഠം, സ്വർഗത്തിലെത്തലാണോ ലക്ഷ്യം? നചപാരമേഷ്ഠ്യം, ബ്രഹ്മാവിന്റെ സ്ഥാനത്ത് എത്തലാണോ ലക്ഷ്യം? സാർവഭൗമം, അവിടേക്കൊന്നും വേണ്ട. ഈ ലോകത്തിൽ ജീവിക്കുമ്പോ സുഖമായിട്ട് ചക്രവർത്തിയായിട്ട് നല്ലൊരു സ്ഥാനത്തെത്തണം, ഇതാണോ ലക്ഷ്യം? നരസാധിപത്യം, കീഴ്പെട്ടുള്ള ലോകങ്ങളുണ്ട്, അതലം വിതലം സുതലം തലാതലം രസാതലം മഹാതലം പാതാളം ലോകങ്ങളുണ്ട്. അവിടെ ചെന്ന് സുഖമായിട്ട് ഇരിക്കലാണോ ലക്ഷ്യം? യോഗസിദ്ധി, ഇന്നത്തെ കാലത്ത് അതുണ്ട്, പലതരം യോഗാഭ്യാസങ്ങളൊക്കെ ചെയ്ത് യോഗസിദ്ധികൾ സമ്പാദിക്കുക, ഇതാണോ ലക്ഷ്യം? ഭഗവാന്റെ ശരിയായ ഭക്തന്മാർക്ക് ഇതൊന്നും അല്ല ലക്ഷ്യം. ഏകാന്തധിയാം, ഒരൊറ്റ ലക്ഷ്യം അവർക്ക് ഉണ്ടാവുള്ളൂ. എന്താ അത്? ഭഗവാന്റെ സന്തോഷം. ഞാൻ എങ്ങനെയാവണം? എന്തായി തീരണം ഞാൻ? ഒരു പിടിയവിലോ വെണ്ണയോ വെന്ത ചീരത്തണ്ടോ പാൽത്തൂതയോ പാൽ നിറയുമൊരകിടോ കാഞ്ചിയോ കാൽച്ചിലമ്പോ മഞ്ഞപ്പട്ടാടയോ പൂമുടിയിൽ ഒരു മയിൽ പീലിയോ പാടുമോടത്തണ്ടോ ഹിത എന്താ നിന്മതമിവനുഹിതം സന്തതം നന്ദസൂനോ. ഗുരുവായൂരപ്പ, ഞാൻ അങ്ങനെയൊന്നും പറയണില്ല അവിടുത്തോട്. എന്താ അവിടുന്ന് വിചാരിക്കണത്? അത് മതി എനിക്ക്. അല്ലാണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള യാതൊരു മോഹങ്ങളും ഇല്ല. അവിടുത്തേക്ക് സന്തോഷമാവണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രം. അതെങ്ങനെയായാലാണോ എനിക്കതേ വേണ്ടു. എൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം, ഒരു ഭാവം, ഒരു മോഹം അതെനിക്കില്ല. കാരണം ഞാൻ അങ്ങനെയൊന്നില്ല. അതാണ്, അവിടുന്ന് മാത്രമാണ്. അങ്ങനെ ഭഗവാനെ മാത്രം കാണുന്ന ആ ഒരു മനോഭാവം ഉണ്ടല്ലോ, ഏകാന്തധിയാം സ്വകാനാം, അവരാണ് ഭഗവാന്റെ ആൾക്കാര്. അവരെ പറ്റിയിട്ട് ഭഗവാൻ എന്താ വിചാരിക്കണത്? സ്വകാനാം, അവൻ എൻ്റെതാണ്. ഇതാണ് ഭാഗവതം നമ്മളോട് പറയണത്. നമ്മൾ ഭഗവാന്റെ ആവണമെങ്കിൽ അഹം ഹരേ തവ, കണ്ണ ഞാൻ ഭഗവാന്റെയാണ് എന്ന് നമുക്ക് പറയാറാവണം എന്നുണ്ടെങ്കിൽ എങ്ങനെ വേണം? ഭാഗവതം നമുക്ക് കാണിച്ചു തരണം. അങ്ങനെയുള്ളവരുടെ ഒരു സ്ഥാനം ഉണ്ടല്ലോ ദേവേന്ദ്ര, അതിവിടെ ഒന്നുമല്ല.
ഇതിൻ്റെയൊക്കെ എത്രയോ മുകളിലാണ്. ഈ വക സ്ഥാനങ്ങളൊന്നും ഈ ഭൂമിയിലോ ഈ കീഴ്പ്പെട്ടുള്ള ലോകങ്ങളോ അല്ലെങ്കിൽ മേൽപോട്ടുള്ള ലോകങ്ങളോ ഇതൊന്നും അവർക്ക് തൻ്റെ ഭക്തന്മാർക്ക് ഭഗവാൻ കൊടുക്കില്ല. വൃത്രാസുരൻ പറയാണ്, എന്താ കൊടുക്കാത്തത്? നമ്മളുടെ മക്കളൊക്കെ നല്ല സ്ഥാനമാനങ്ങളോടുകൂടി ജീവിക്കണം എന്നല്ലേ നമ്മൾ വിചാരിക്കുക. എന്തുകൊണ്ടാ ഭഗവാന്റെ ഭക്തന്മാർക്ക് എൻ്റെ എന്ന് വിചാരിക്കണവർക്ക് എന്തുകൊണ്ടാ അത് കൊടുക്കണില്ല? അതൊക്കെ ഉണ്ടായാൽ യദ്വേഷ ഉദ്വേഗാധിർമദ കലിർവ്യസനം സംപ്രയാസ, ഈ വക സ്ഥാനമാനങ്ങള് ധനം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഗുരുവായൂരപ്പ വൃത്രാസുരൻ പറയാണ്, പിന്നെ ഇല്ലാത്ത ബുദ്ധിമുട്ടുകളൊന്നുമില്ല അല്ലെ. അത് നശിക്കുവോ എന്നുള്ള പേടി. കാശ് കയ്യിലുണ്ടായാൽ നമുക്കറിയാലോ, എപ്പോഴും ഭയം. ഒന്ന് അതെങ്ങനെ വർദ്ധിപ്പിക്കണം എന്നുള്ള വിഷമം, ഇങ്ങനെ പല തരത്തില് അതാരെങ്കിലും കട്ടുകൊണ്ടു പോവോ എന്നുള്ള ഭയം, പല തരത്തിലുള്ള ഉപദ്രവങ്ങള്, മദഹ അതങ്ങട്ട് കയ്യിലുണ്ടാകുമ്പോ തല തന്നെത്താനും ഒന്ന് ഉയരും, അതിൻ്റെതായിട്ടുള്ള അഹങ്കാരം, പലതരം ദുഃഖങ്ങള്, എപ്പോഴും മനസ്സിന് ഉദ്വേഗം ആണ്. അങ്ങനെയുള്ള ഈ ധനം ഉണ്ടല്ലോ, അത് തൻ്റെ ആൾക്കാർക്ക് കൊടുക്കാറേ ഇല്ല. തതോനുമേയോ ഭഗവൽ പ്രസാദോ, ഇതിൻ്റെയൊക്കെ മുകളിലൊരു അനുഗ്രഹം ഉണ്ട് ഭഗവാന്റെ. ദേവേന്ദ്ര, അതാണ് ഭഗവാൻ തൻ്റെ ഭക്തന്മാർക്ക് കൊടുക്കാറുള്ളത്. ദുർലഭ, ആ അനുഗ്രഹം കിട്ടല് അത്ര എളുപ്പമല്ല ദേവേന്ദ്ര. അത് വളരെ വിഷമാണ്. അത് സമ്പാദിക്കണമെങ്കിൽ ആർക്കാ അത് കൊടുക്കുക? അകിഞ്ചന ഗോചരോന്യൈ, ഇങ്ങനെ ഒന്നും വേണ്ട. ഇനി നമുക്ക് കേൾക്കാം. ഭഗവാൻ നരസിംഹമൂർത്തി പ്രഹ്ലാദനോട് ചോദിക്കും, ഉണ്ണി പ്രഹ്ലാദ, എന്താ ഉണ്ണിക്ക് വേണ്ടത്? വത്സ പ്രഹ്ലാദ, ഭദ്രം തേ, ഉണ്ണിക്ക് മംഗളം, ഉണ്ണിക്ക് നല്ലത് വരട്ടെ, ഉണ്ണിക്ക് എന്ത് വേണമെങ്കിലും വരം എന്നോട് ചോദിച്ചോളൂ, നിർബന്ധമായിട്ട് എന്തെങ്കിലും വരം എന്നോട് മേടിക്കണം അങ്ങനെ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ഭഗവാനെ, എനിക്കൊരു വരം ഉണ്ടെന്ന് അവിടുന്ന് എന്നെ വേറെ ആക്കരുതേ എന്നാണ് പറഞ്ഞിരിക്കണത്. അവിടുന്ന് എന്നെ രക്ഷിച്ചു, ഇനി എനിക്ക് വരം തന്നാ കഴിഞ്ഞില്ലേ, എനിക്ക് വേണ്ടതൊക്കെ തന്നു, ഇനി പോവാം. അത് പാടില്ല, എനിക്ക് വരം തന്നിട്ട് ഇനി അങ്ങോട്ട് പറഞ്ഞയക്കരുത്, ഞാൻ അവിടുത്തേടേതായിട്ട് എപ്പോഴും അവിടുത്തേടെ അടുത്തുണ്ടാവണം. അതാണ് ആ ഒരു സാമീപ്യം, ആ ഒരു സാന്നിധ്യം ഭഗവാന്റെ. അതാണ് അവര് കൊതിക്കണത്. ഇതങ്ങനെ പറഞ്ഞ് ദേവേന്ദ്രനോട് ഇതങ്ങനെ പറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും വൃത്രാസുരൻ പൂർണ്ണമായിട്ട് തൻ്റെ നാഥനായിട്ടുള്ള ആ സംഘർഷണമൂർത്തിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കണു. ശരീരം ഏതോ യുദ്ധത്തിന്റെ നടുക്ക് കിടന്നോട്ടെ. ആർക്കാ ആലോചിച്ച് നോക്കൂ, ആ സമയത്ത് ആർക്കാ ഭഗവാനെ വിളിക്കാൻ പറ്റിയ? നമുക്ക് ചെറിയൊരു ശബ്ദം ഉണ്ടായാൽ നമ്മളുടെ മനസ്സ് എവിടേക്കോ ഓടിപ്പോണു, നമുക്ക് ഏകാഗ്രത കിട്ടണില്ല. ഇത് നാല് പുറവും ശത്രുക്കളെ കൂർത്തുമൂർത്തുള്ള ആയുധങ്ങളായിട്ട് എപ്പോഴാ കൊല്ലണ്ടത് നോക്കിക്കൊണ്ട് നിൽക്കണു. ആ സമയത്തൊക്കെ മറന്ന് അതൊന്നും കാണാണ്ട് അഹം ഹരേ തവ കണ്ണ, ഞാൻ കണ്ണന്റെയാണേ, ഭഗവാനെ ഞാൻ അവിടുത്തേടെയാണേ എന്ന് പറയാൻ പറ്റണ്ടേ? തവ പാദൈകമൂലദാസാനുദാസോ ഭവിതാസ്മി ഭൂയ, ഞാൻ അവിടുത്തേടെ ദാസാനുദാസനാണേ ഭഗവാനെ, അവിടുത്തേടെ ദാസാനുദാസനാക്കി തീർക്കണേ. മനസ്മരേദാസുപതേർ ഗുണാംസ്തേ, എനിക്ക് വേറെ ഒന്നും ഇപ്പൊ കാണാൻ പറ്റണില്ല, വേറെ ഒന്നും എനിക്ക് വിചാരിക്കാൻ പറ്റണില്ല, അവിടുത്തേടെ ആ ഗുണങ്ങൾ മാത്രം. പ്രാണനാഥ ഗൃഹീത വാക്കർമ്മ കരോതുകായ, എനിക്ക് വേറെ ഒന്നും വിചാരിക്കണം എന്ന് എനിക്ക് മോഹമില്ല, വേറെ ഒന്നും ചെയ്യണം എന്ന് എനിക്ക് മോഹമില്ല. എൻ്റെ ഇന്ദ്രിയങ്ങളെ കൊണ്ട്, കണ്ണുകളെ കൊണ്ട് അവിടുത്തെ കാണുക, കൈകളെ കൊണ്ട് അവിടുത്തെ പൂജിക്കുക, കാലുകളെ കൊണ്ട് അവിടുത്തെ പ്രദക്ഷിണം വെക്കുക, മനസ്സുകൊണ്ട് എനിക്കെപ്പോഴും എൻ്റെ പ്രാണനാഥനായിട്ടുള്ള അസുപതേ പ്രാണനാഥ പ്രിയതമാ, എനിക്ക് അവിടുത്തെ മാത്രം കാണാറാവണേ, ഭഗവാനെ വിളിക്കാറാവണം നല്ല നല്ല മാധുര്യമുള്ള വാക്കുകളെ കൊണ്ട്. അല്ലേ, നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കണത്, നമ്മളെ വേണ്ട പോലെ നമ്മളുടെ പ്രാണനെ ശരിക്ക് രക്ഷിച്ചും കൊണ്ട് ആരാ ഇരിക്കണത് നമ്മളുടെ ഉള്ളില്? ഭഗവാനാണ്. അല്ലേ, വേണ്ട സമയത്ത് നമുക്ക് വേണ്ട എല്ലാ രക്ഷകളും നമ്മളുടെ ബുദ്ധിയിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മളുടെ പ്രാണശക്തിയായും കൊണ്ട് ആരാ നമ്മളുടെ ഉള്ളിലിരിക്കണത്? ഭഗവാനാണ്. അപ്പൊ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് പ്രാണനാഥ പ്രാണനാഥ തവ രൂപാമൃതമിന്നു കാണായിലോ ഞങ്ങളിപ്പോൾ മരിക്കുമേ. ഗോപസ്ത്രീകളെ ഉറക്ക വിളിച്ചു പറഞ്ഞില്ലേ, കാണാൻ എന്തൊരു മോഹം എപ്പോഴും എനിക്കെന്നോ, സുനീലാഞ്ജനച്ചേണാളും തനുകാന്തിയേന്തിയെഴുമാ പുല്ലാങ്കുഴൽക്കാരനെ.
കാണാതെ ചില നേരം എൻ്റെ പുറകിൽ വന്നെത്തി ആ നാണിപ്പിച്ചു വിടാൻ വരുന്ന കുസൃതിക്കൂടായ ഗോവിന്ദനെ കാണാൻ എന്തൊരു മോഹം. ഗോപസ്ത്രീകളൊക്കെ അതാണ് എപ്പോഴും ഭഗവാനെ ഇങ്ങനെ കാണണം. ഭഗവാന്റെ ആ വികൃതികള്, കുട്ടിക്കാലത്തെ ആ കുസൃതികള് പിന്നെ കൂടി വന്ന് കണ്ണങ്ങോട്ട് പൊത്തും. ഇങ്ങനെ പലതരം വികൃതികൾ കാണിക്കുന്നതായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാനെ അത് മാത്രമേ അവർക്ക് വേണ്ടൂ. അതുകൊണ്ട് എന്തായി, ബ്രഹ്മാവ് ഭഗവാൻ പ്രത്യക്ഷായപ്പോ എന്താ പ്രാർത്ഥിച്ച? തഥാപി നാഥമാനസ്യ നാഥനാഥയനാഥിതം. നാഥ ഭഗവാനെ വിളിച്ചു ബ്രഹ്മാവ്. അവിടെ ആ ബഹുമാനം, ഭക്തി ഉണ്ട്. പക്ഷെ അതിനെക്കാട്ടിലൊക്കെ എന്തൊരു വികാര തീവ്രതയാ വൃത്രാസുരൻ ഗോപികള് ഒക്കെ ആയപ്പോഴേക്ക് അല്ലെ, എന്തൊരു തീക്ഷ്ണ ഭാവ. ആ 100% ഭഗവാനില് ആലിന്യ ഭാവം. ഭഗവാനെ അവിടുന്നാണ് എല്ലാം ചെയ്യണതും ചെയ്യിപ്പിക്കണതും ഒക്കെ അവിടുന്നാണ് എന്നുള്ള ആ ഒരു ഭാവം എനിക്ക് തരണേ എന്ന് വളരെയധികം ആ താത്വികമായിട്ടുള്ള ഭാവത്തില് ബ്രഹ്മാവ് പ്രാർത്ഥിച്ചു. അതിനെക്കാട്ടിലൊക്കെ എത്ര സുഖ ആ പൂർണ്ണമായിട്ടുള്ള ഭക്തി ഭാവം ഉള്ളിൽ വന്നാല് വേറെ ഒന്നും അവർക്കറിയണ്ട. അവർക്ക് ഭഗവാൻ മാത്രം. വേറെയൊന്നും ആലോചിക്കാൻ തന്നെ വയ്യാത്ത ഒരവസ്ഥ ഉണ്ടല്ലോ. ഏത് അല്ലേ, എത്ര രസമായിട്ട് ആ കഥ പറയണത്. നാരദൻ പറഞ്ഞു എന്നാണ് ഭഗവാനോട്, അല്ല ഭഗവാനെ ഇത്രയ്ക്കൊക്കെ ആയിട്ടും എന്താ എല്ലാവരും അവിടുത്തെ സ്മരിക്കാത്തത് എന്ന് ചോദിച്ചു എന്നാണ്. അത് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുടത്തിൽ നിറച്ച എണ്ണയും കൊടുത്തും കൊണ്ട് ഇത് ഒരു തുള്ളി പോവാണ്ട് ഒരു ഭൂപ്രദക്ഷിണം ചെയ്തു വരൂ എന്ന് പറഞ്ഞു എന്നാണ്. ചെയ്തു വന്നപ്പോൾ ചോദിച്ചു അത്രേ, അങ്ങ് എത്ര പ്രാവശ്യം ഇതിൻ്റെ ഇടയിൽ എന്നെ സ്മരിച്ചു ചോദിച്ചു. അയ്യോ എങ്ങനെയാ അതിൻ്റെ ഇടയിൽ അവിടുത്തെ വിചാരിക്കുക? ഇതൊരു തുള്ളി പൂവരുത എണ്ണ എന്ന് പറഞ്ഞിട്ടില്ലേ, നിറച്ച എണ്ണയുണ്ട്, പിന്നെ എങ്ങനെയാ അവിടുത്തെ വിചാരിക്കുക? ഇത് തന്നെയാണ്. ഇങ്ങനെ ഓരോന്നിലും മനസ്സാവേശിച്ചിരിക്കുക സാധാരണക്കാരുടെ. നേരെ മറിച്ച് ഇത് സാധാരണ അവസ്ഥ. ഇതിപ്പോ അവിടെയൊന്നുമല്ല വൃത്രാസുരന് ഇരിക്കണത്. തൻ്റെ ജീവൻ എപ്പോഴാ അങ്ങോട്ട് പോവുക നിശ്ചയില്ല. അപ്പോഴാണ് അഹം ഹരേ തവ പാദൈക മൂലദാസാനുദാസോ ഭവിതാസ്മി ഭൂയ പ്രാർത്ഥിക്കണത്. എനിക്ക് വേറെ യാതൊന്നും വേണ്ട, ഞാൻ അവിടുത്തെ വിളിക്കണത് എനിക്ക് സ്ഥാനമാനങ്ങൾക്കോ എന്തിനെങ്കിലും ആണോ, ഒന്നിനും വേണ്ടിയിട്ടല്ല. അജാതപക്ഷായിവ മാതരം ഖഗാഹ. കൂട്ടിൽ കിടക്കണ പക്ഷിക്കുട്ടികൾക്ക് വേറെ ഒരു വിചാരം ഉണ്ടാവില്ല. അവരവരുടെ അച്ഛനമ്മമാരെ കുറിച്ച് മാത്രം വിചാരിച്ചിരിക്കണ മാതിരി. കണ്ണാ അടിയന്റെ സർവസ്വം അവിടെ നിന്നാണ് പക്ഷിക്കുട്ടികള്. അതേമാതിരിയാണ് കെട്ടിൽപ്പെട്ട് കിടക്കണ പശുക്കുട്ടി. തള്ളയെ അഴിച്ചു വിട്ടുണ്ടാവും തള്ളപ്പശുവിനെ. ആ തള്ളപ്പശു വരണത് മാത്രം ധ്യാനിച്ചുകൊണ്ട് ആ അമ്മ വന്നിട്ട് വേണം തനിക്ക് പാല് കുടിക്കാൻ. അത് വിചാരിച്ചുകൊണ്ട് ആ പശുക്കുട്ടി ആ തൻ്റെ ബന്ധനമാകുന്ന ആ കയറിന്റെ കെട്ടില് കിടക്കണതായിട്ടുള്ള പശുക്കുട്ടിയെ പോലെയല്ലേ. എന്തിനാ വൃത്രാസുര എന്നങ്ങോട്ട് പോരരുത് എൻ്റെ അടുത്തേക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഗുരുവായൂരപ്പ എങ്ങനെയാ അടിയൻ വരണത്? കർമ്മബന്ധനമാകുന്ന ആ ബന്ധനത്തിലാണ് ഞാൻ കിടക്കണത്. എൻ്റെ പ്രാരബ്ധ കർമ്മം ഞാൻ തന്നെ ചെയ്തു വെച്ചത്. അതിൽ ഞാൻ പെട്ടിരിക്കണോ? ഇതിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ ഭഗവാനെ അവിടത്തേക്കല്ലാണ്ട് ആർക്കാ കഴിയുക? അതൊന്നും പോരാ. അത്രയ്ക്കൊന്നും, അതാണ് ഭക്തന്മാരുടെ ആ മനസ്ഥിതി. അത്രയ്ക്കൊന്നും പോരാ ഭഗവാനോട് പ്രാർത്ഥിച്ചത്. കാരണം പശുക്കുട്ടി വലുതായ പിന്നെ പശുക്കുട്ടിക്ക് തള്ളയെ കാണണമെന്നില്ല. പക്ഷിക്കുട്ടികൾക്ക് ചിറക് മുളച്ചാ പിന്നെ അച്ഛനമ്മമാര് വേണമെന്നില്ല. അങ്ങനെയാണോ? അല്ല. അപ്പോ പ്രിയം പ്രിയേവ അവിടെ പൂർണ്ണമായി. എങ്ങനെയാണോ? പതതി പതത്രേ വിചലതി പത്രേ സഞ്ചിത ഭവതുപയാനം. രാധാദേവി ഓരോ ഇല വീഴുന്ന ശബ്ദം കേട്ടാ വിചാരിക്കൂത്രേ ഭഗവാൻ വരികയാണ് എന്ന് വിചാരിക്കൂത്രേ. എന്തിനു വേണ്ടിയിട്ടാ? ഭഗവാന് രാധാദേവിക്ക് ഭഗവാൻ ഇല്ലാണ്ട് വയ്യ. അതെന്തിനാന്ന് ചോദ്യമില്ല, ഒന്നിനുമല്ല. അതിനാണ് പ്രിയം പ്രിയേവ. ഒരു പ്രിയതമയ്ക്ക് തൻ്റെ പ്രിയതമനെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല. അതുപോലെ ഹേ ഭഗവാനെ ഞാൻ അവിടുത്തെ വ്യുഷിതം വിഷണ്ണ മനോരവിന്ദാക്ഷ സമഞ്ജസ ത്വാവിരഹയ്യകാംക്ഷേ. ഒരു വാക്കുണ്ട് അവിടെ. അവിടത്തേക്ക് എൻ്റെ മനസ്സറിയാലോ, വേറെ ആർക്കും അറിയില്ല. ഓരോരുത്തരുടെയും മനസ്സ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണത് ആരാ? ഭഗവാൻ മാത്രം. അവിടുത്തെ മാത്രമാണ് അടിയൻ പ്രതീക്ഷിക്കണത്. അഥവാ ഇനിയിപ്പോ വരാൻ അവിടുത്തെ കാണാൻ താമസം ഉണ്ടെങ്കിലും
ആ സജ്ജന സംസർഗം മാത്രം അടിയനെ അനുവദിച്ചു തരണേ. ഈ ഒരു ഭാവത്തിൽ നിന്ന് ഒരിക്കലും ഒരധപ്പതനം അടിയന്റെ ഉണ്ടാവരുത്. മമോത്തമ ശ്ലോക ജനേഷു സഖ്യം. ആ ഭക്തന്മാരോട് കൂടിയിട്ട് അവിടുത്തെ പറ്റി പറഞ്ഞും, അതാണല്ലോ ഒരു പതിവ്രതയുടെയും അവസ്ഥ. തൻ്റെ ഭർത്താവ് ദൂരദേശത്താണെന്നുണ്ടെങ്കിൽ ആ കത്ത് വരണതും ഫോണിൽ കൂടി സംസാരിക്കണതും പല തരത്തിലും കഥകൾ കേൾക്കുമ്പോഴാണ് ലേശൊരു സമാധാനം മനസ്സിലുണ്ടാവുക. അതുകൊണ്ട് അവിടുത്തെ കാണാറാവണവരെ അവിടുത്തെ കഥകളും കേട്ട് നാമവും ജപിച്ച് അടിയനിരിക്കാറാവണേ. വേറെയുള്ള ഒരാളായിട്ട്, അതായത് വേറെ വിഷയങ്ങളെ പറ്റി ചിന്തിപ്പിക്കുന്ന ഒരു രംഗം അടിയന്റെ ജീവിതത്തിൽ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെന്നുമേദീനാൽ തോഷിക്കും നീയതു എന്നെ കൊണ്ടെന്നെന്നും ചെയ്യിക്കണം. ഭഗവാനെ വിചാരിച്ചും കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പഴാ എത്ര വേഗ മാറ്റം വൃത്രാസുരന് തോന്നുകയാണ്. അപ്പൊ വൃത്രാസുര, ഞാൻ പറഞ്ഞത് യുദ്ധത്തിൽ വേഗം ആ വേണ്ട പോലെ യുദ്ധമൊക്കെ ചെയ്ത് എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നോളൂ എന്നല്ലേ? ആ ശരിയാ. അവിടുന്ന് ഇങ്ങോട്ട് എണീട്ടു. പിന്നെ എന്താ രണ്ടും ഒരുപോലെയാന്ന് കാണിക്കുക. ഭഗവാനെ ഉറക്കെ അങ്ങനെ വിളിക്കണതും ഭഗവാൻ പറഞ്ഞ് യുദ്ധം ചെയ്യണതും ഒരു ഭക്തൻ ഒരുപോലെയാ. അവിടുന്ന് ഇങ്ങോട്ട് എണീട്ടിട്ട് പിന്നെ ഏവം ജഹാസുർ നൃപദേഹമാജോ മൃത്യും വരം വിജയാൻ മന്യമാന. തനിക്ക് മരണമാണ് പറഞ്ഞിരിക്കണ. യുദ്ധത്തില് മരണത്തിൽ കൂടി ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലാൻ തനിക്കുള്ള പിന്നെ വഴി തുറന്നു വെച്ചിട്ടുണ്ടല്ലോ ഭഗവാൻ. പിന്നെന്തിനാ താൻ വിഷമിക്കണത്? അവിടുന്ന് ഇങ്ങോട്ട് എണീട്ടു. എന്നിട്ടോ അതിഗംഭീരായിട്ടുള്ള യുദ്ധം. ദേവേന്ദ്ര, നിന്റെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ആയുധം എടുത്ത് അങ്ങോട്ട് ചെന്നിരിക്കണത്. ഒരൊറ്റ വെട്ട് ആ വലത്തെ കയ്യ് ആ ആയുധത്തോട് കൂടിയിട്ട് ദേവേന്ദ്രന്റെ ഐരാവതത്തിന് വെട്ടിയ സമയത്ത് ദേവേന്ദ്രന് അച്ചക്കിട്ടത്തൊരടി അങ്ങനെ കൊടുത്തു ദേവേന്ദ്രന്റെ. ആ സമയത്തൊക്കെ ദേവന്മാർക്ക് അത്ഭുതമായി. അസല യുദ്ധം എന്ന് പറഞ്ഞ എല്ലാവരും പുകഴ്ത്തി. അതേ സമയത്ത് ഇപ്പൊ വൃത്രാസുരന്റെ വലത്തെ കയ്യ ആ ആയുധത്തോട് കൂടി വെട്ടി താഴെ അങ്ങോട്ട് ഇട്ടു. പക്ഷേ ആ കയ്യല്ലേ ഉള്ളൂ. ആ ഒരു കയ്യോ വെച്ച് അതിഗംഭീരായിട്ടുള്ള യുദ്ധമാണ്. പിന്നെ അടുത്തങ്ങോട്ട് ചെന്നിട്ടേ ആ ഏട്ടത്തെ കയ്യും പോരെ എനിക്ക് എന്നുള്ള അർത്ഥത്തിലാണ് ചെന്ന ആ യുദ്ധം ചെയ്യുമ്പോൾ വജ്രായുധം താഴെ അങ്ങോട്ട് വീണു. എടുക്കാൻ ധൈര്യപ്പെട്ടില്ല ദേവേന്ദ്രൻ. വൃത്രാസുരന്റെ മുമ്പിൽ നാണിച്ചങ്ങനെ നിന്നു. വൃത്രാസുരൻ ചിരിച്ചും കൊണ്ട് ചോദിച്ചു, എന്താ പിന്നെ? തമാഹ വൃത്രോഹരാത്ത വജ്രോ ജഹിസ്വ ശത്രും ന വിഷാദകാല. അവിടെ വൃത്രാസുരന്റെ ഒരു വാക്കുണ്ട്. ഭഗവത് ഭക്തന്മാര് എത്ര നിർഭയരാണ് എന്ന് കാണിക്കുന്നതായിട്ടുള്ള വാക്കുകൾ. വൃത്രാസുരൻ പറയാണ്, ഇതിപ്പോ വിഷമിച്ച് നിൽക്കേണ്ട സമയമല്ല, വേഗം ആയുധം എടുത്ത് യുദ്ധം ചെയ്യൂ. ഓരോരുത്തർക്കും ഓരോ വഴിയാണ് ഭഗവാൻ തന്നിരിക്കുന്നത്. പിന്നെ ഒരു യുദ്ധം എന്ന് പറഞ്ഞാല് രണ്ടുപേരും കൂടി ജയിക്കില്ല തീർച്ചയല്ലേ? രണ്ടുപേരും കൂടി യുദ്ധം ചെയ്യുമ്പോൾ രണ്ടുപേർക്കും ജയം. അങ്ങനെ വരുമോ? അത് വരില്ല. ഒരാൾക്ക് ജയാണെങ്കിൽ ഒരാൾക്ക് പരാജയായിരിക്കും. വിനയകമുൽപ്പത്തിലയ സ്ഥിതീശ്വരം സർവജ്ഞമാദ്യം പുരുഷം സനാതനം. ഭഗവാനാണ് നിശ്ചയിക്കാൻ ആർക്കാ ജയം ആർക്കാ പരാജയം എന്ന് നിശ്ചയിക്കാൻ ഭഗവാനാണ്. നമ്മളൊക്കെ ഭഗവാന്റെ സങ്കല്പത്തിന് അനുസരിച്ച് ആടുക, അത്രയേ ഉള്ളൂ. കയ്യിൽ പാവെടുത്ത് ഇങ്ങനെ കളിപ്പിക്കും ആൾക്കാര്. അപ്പൊ ഈ വിരൽ എങ്ങനെയാ ഇളക്കണത്? അതിനനുസരിച്ചാണ് കയ്യും കാലും ചലിപ്പിക്കുക പാവ, അല്ലേ? അല്ലാണ്ട് ആ പാവയ്ക്ക് ഒന്നിനും പറ്റില്ല. ഇതേപോലെയാണ് എന്റെ ശക്തി എന്നൊക്കെ എല്ലാവരും വിചാരിക്കാറുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല ഈ ലോകത്തിനോ ഈ പ്രകൃതിക്കോ അല്ലെങ്കിൽ ഈ ഇന്ദ്രിയങ്ങൾക്കോ ഈ മനസ്സിനോ ബുദ്ധിക്കോ ഇതിനൊന്നിനുമല്ല ശക്തി. ഇതിനുള്ള ശക്തിയൊക്കെ എങ്ങനെയാ ഉണ്ടായിരിക്കുന്നത്? ആയുശ്രീ കീർത്തി ഐശ്വര്യം ആശിഷ പുരുഷസ്യാഹ ഭവന്ത്യേവ ഹി തൽക്കാലേ യഥാനിച്ഛോർ വിപര്യയാഹ. ഇതിലൊക്കെ ശക്തി ഉണ്ടാവും ഭഗവാൻ വിചാരിക്കുകയാണെങ്കിൽ. നമ്മൾ അങ്ങനെയല്ല വിചാരിക്കണത്, ഒക്കെ നമ്മളെ കയ്യിലാണെന്നാ വിചാരിക്കണത്, അല്ലേ? ഞാനത് ചെയ്തു അതുകൊണ്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റി എന്നാണ് നമ്മൾ അഹങ്കരിച്ചു കൊണ്ടിരിക്കണത്. അല്ല, പാകത്തിന് നമ്മൾ ചെയ്യണ്ടെന്നല്ല പറയണത്. പക്ഷെ ഇതിന്റെയൊക്കെ കൺട്രോൾ ആരുടെ ഇല്ല? ഭഗവാന്റെ ഇല്ല. ആ ഭഗവാൻ വിചാരിക്കണം, അപ്പോ അവർക്ക് ജയം കിട്ടും. അല്ലെങ്കിൽ പരാജയം തന്നെയാണ്. അതാണ് അനുകൂലേ ജഗന്നാഥേ വിപരീതേ വിപര്യയേ എന്ന് പറഞ്ഞിരിക്കുന്നത്. തസ്മാത് അകീർത്തിയേശസോർ ജയാപജയോരപി സമസ്യാൽ സുഖദുഃഖാഭ്യാം മൃത്യുജീവിതയോസ്തഥ. അതുകൊണ്ട് നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? അതോ നമുക്ക് ജയം വന്നാലും പരാജയം വന്നാലും, നല്ല ജയം വന്നാൽ അതിൽ സന്തോഷിക്കാന്നുണ്ടെങ്കിൽ പരാജയം വന്നാൽ അതിൽ സന്തോഷിച്ചാ എന്താ? രണ്ടും ഭഗവാനാ തരണതെന്ന് വിചാരിക്കൂ. അതേമാതിരിയാണ് എല്ലാം. സുഖം വരുമ്പോഴും അതെ, സുഖം വരുമ്പോൾ നമ്മൾ സന്തോഷിക്കണില്ലേ?
ഈ സുഖം തരണത് ഭഗവാനാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ ദുഃഖം വന്നാലും നമുക്ക് സന്തോഷിക്കാൻ പറ്റും. നമുക്കതില്ല, സുഖം നമ്മളാ ഉണ്ടാക്കണത് എന്ന് നമുക്ക് വിശ്വാസമുണ്ട്. അപ്പൊ ദുഃഖവും നമ്മൾ തന്നെ നമുക്ക് ഉണ്ടാക്കണു എന്ന് വിചാരിച്ച് നമ്മൾ വിഷമിക്കണു. അല്ല, ഇതിന്റെ ഈ കൺട്രോള്, അതിന്റെ ശക്തി, അതല്ലേ അർജുനന് പാർത്ഥസാരഥിയായിട്ട് ആ കുതിരയുടെ കടിഞ്ഞാണ് ഭഗവാന്റെ ഇല. അതാണ് അർജുനന്റെ ധൈര്യം. ഭഗവാനുണ്ട് എൻ്റെ ജീവിതമാകുന്ന ആ ഇന്ദ്രിയങ്ങളുടെ, അല്ലെങ്കിൽ എൻ്റെ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളുടെ കടിഞ്ഞാണ് പിടിക്കാൻ ഭഗവാനാണ് എന്നുള്ള ധൈര്യം അർജുനനുണ്ട്. അപ്പൊ സമാധാനമുണ്ട്. ആ ധൈര്യം നമുക്കുണ്ടായാലോ നമുക്കും സമാധാനായി. പശ്യമാം നിർജിതം ശക്ര വൃക്ണായുധ ഭുജം മൃധേ. എൻ്റെ ഒരു കൈ അങ്ങ് വെട്ടിക്കളഞ്ഞില്ലേ? ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ തന്നെ യുദ്ധത്തിൽ എനിക്ക് പരാജയമാണ്. എന്നിട്ട് എനിക്ക് വല്ല പരിഭ്രമമുണ്ടോ? എന്നെ കണ്ട് പഠിക്കൂ. എന്താ കാരണം? എന്താ എനിക്ക് ധൈര്യം ഉണ്ടാവാൻ കാരണം? എനിക്കറിയാം ഭഗവാനാണ് ഒക്കെ നടത്തണതെന്ന്. അതുകൊണ്ട് ദാ ഇപ്പോഴും ഞാൻ അങ്ങേ കൊല്ലാൻ നോക്കിക്കൊണ്ടിരിക്കണം. എന്താ കാരണം? അതൊക്കെ നമ്മളൊരു ജീവിതമാകുന്ന യുദ്ധാണ്. ആ യുദ്ധത്തില് കരുക്കള് അസ്ത്രങ്ങളാണ്, വാഹനങ്ങളാണ് പലക. ആ പലകേമ്മിലാണല്ലോ കരുക്കൾ നീക്കുക. ആ കരുക്കൾ കറക്റ്റായിട്ട് നീക്കിയാൽ ജയം കിട്ടും. അസ്ത്രങ്ങള് കറക്റ്റായിട്ട് അയച്ചാൽ കിട്ടും, ജയം ഉണ്ടാകും. പക്ഷേ ഇതൊക്കെ ആ ഒരു ധൈര്യത്തില്, ഈ ജീവിതമാകുന്ന യുദ്ധം നമ്മളെ ഭഗവാനാണ് ഏൽപ്പിച്ചത് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ അങ്ങേ കൊല്ലാൻ വരണു, അതുകൊണ്ട് അങ്ങ് ധൈര്യമായിട്ട് യുദ്ധം ചെയ്യൂ ഒക്കെ അങ്ങനെ പറഞ്ഞ സമയത്ത് അത്ഭുതമായി. ദേവേന്ദ്രനും കൂടിയിട്ട് ഇങ്ങനെയൊരു ഉപദേശവും യുദ്ധരംഗത്ത് ഭഗവാനെ അർജുനൻ ഇത്ര അതിമനോഹരായിട്ടുള്ള ഒരു ഉപദേശം ചെയ്തിട്ടുള്ളൂ. ഇതങ്ങനെ കണ്ടപ്പോ അഹോ ദാനവ സിദ്ധോസി എന്ന് അറിയാണ്ട് പറഞ്ഞു, അങ്ങ് സിദ്ധനാണ്, അങ്ങ് സാധാരണ ഒരു അസുരനല്ല, അങ്ങ് നേടേണ്ടത് നേടിയവനാണ്. ഭക്ത സർവാത്മനാത്മാനം സുഹൃതം ജഗദീശ്വരം. അങ്ങ് ഭവാൻ അതാരുഷീന്മായാം വൈ വൈഷ്ണവീൻ ജനമോഹിനിയും എല്ലാവരെയും മോഹിപ്പിക്കണതായിട്ടുള്ള ആ മഹാവിഷ്ണുവിന്റെ മായയെ അങ്ങ് ജയിച്ചു കഴിഞ്ഞിരിക്കണു. അങ്ങ് പരമസിദ്ധൻ തന്നെയാണ്. അങ്ങ് ഒരിക്കലും അസുരനല്ല, അങ്ങ് മഹാപുരുഷനാണ്. ഹോ, എന്തൊരത്ഭുതാണ്! ആ പരമശാന്തി നിറഞ്ഞതായിട്ടുള്ള സത്വഗുണത്തിൽ എത്തിക്കഴിഞ്ഞു അങ്ങ്. വാസുദേവേ ഭഗവതി സത്വാത്മനെ ദൃഢാമതി. വാസുദേവമൂർത്തിയില് ഇത്ര അടിയുറച്ചതായിട്ടുള്ള ഭക്തി അങ്ങക്ക് നേടാൻ കഴിഞ്ഞില്ലേ? പിന്നെ എങ്ങനെയാ അങ്ങക്കൊരു ദുഃഖം ഉണ്ടാവുക? അങ്ങ് ഭക്തിയാകുന്ന അമൃത സമുദ്രത്തിൽ നീന്തി കളിക്കുന്ന ആളാണ്. പിന്നെ അങ്ങക്ക് എങ്ങനെയാ ഈ നിസ്സാരമായിട്ടുള്ള സുഖഭോഗങ്ങളിൽ മോഹം എങ്ങനെയാ ഉണ്ടാവുക? ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങ് നേടേണ്ടത് നേടിക്കഴിഞ്ഞ ആളാണ്, എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞ ആളാണ്. പിന്നെ ഉള്ള ആ യുദ്ധത്തില് ദേവേന്ദ്രൻ വൃത്രാസുരന്റെ ഇടത്തെ കൈയും മുറിച്ചു. പക്ഷേ വൃത്രാസുരൻ ഒരിക്കലും പിന്നിൽ നിന്നില്ല. അങ്ങനെ വലിയ വായ എന്ന് പറഞ്ഞാലോ, വായയുടെ കീഴ്ത്താടി ഭൂമിയിലാണെന്നുണ്ടെങ്കിൽ മേൽത്താടി അങ്ങ് ആകാശത്തിലാ. അത്രയും വലിയ വായയും പൊളിച്ചങ്ങോട്ട് ചെന്നിട്ടാണ് ദേവേന്ദ്രനെ ആനയോട് കൂടി വിഴുങ്ങി. അവിടെയാണ് വൃത്രാസുരനെ നമ്മൾ കാണേണ്ടത്. വൃത്രാസുരൻ ദേവേന്ദ്രനെ വിഴുങ്ങി കഴിഞ്ഞപ്പോൾ എന്താ ആലോചിച്ചത്? നമ്മളാണെങ്കിൽ എന്താ ആലോചിക്കുക? ഓ, എനിക്ക് ജയായി എന്നല്ലേ വിചാരിക്കുക. വൃത്രാസുരൻ വിചാരിക്കുകയാണ്, ഇനി എന്നെ ആരാക്കില്ല, അഹം സമാധായ, ഞാൻ എപ്പോഴാ ഭഗവാന്റെ അടുത്ത് എത്തുക ഇനി? അങ്ങനെ ഭഗവാനെ ധ്യാനിച്ച് അവിടെ ഇത്ര സ്വാധീനാണ് സമാധി. അദ്ദേഹത്തിന് ഒരു വിഷമമില്ല. യുദ്ധം ചെയ്യണമെങ്കിൽ യുദ്ധം ചെയ്യാനും സമാധിയിലിരിക്കണമെങ്കിൽ അതിനും ഭഗവാനെ ധ്യാനിച്ച് അവിടെ ഇരുന്നു. ആ വജ്രായുധം കയ്യിലുള്ളതുകൊണ്ട് വയറ് തുറന്ന് പുറത്ത് വന്ന് വൃത്രാസുരനെ അങ്ങോട്ട് കണ്ടപ്പോ ഈ വയറ് ദേവേന്ദ്രനും ആനയ്ക്കും കൂടി പുറത്തേക്ക് വരാൻ തക്കോണം അദ്ദേഹത്തിന്റെ ശരീരം ഒരു ഭാഗം വെട്ടിമുറിച്ച് ദേവേന്ദ്രൻ പുറത്തു വന്നിട്ടും വൃത്രാസുരൻ അത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ആ മനസ്സിന്റെ ആവേശം ഭഗവാനിലേക്ക്? പറഞ്ഞില്ല, വലിയ വലിയ മഹർഷിമാര്, ഭഗവത് ഭക്തന്മാർ അങ്ങനെയാണ്. ശരീരത്തിന്റെ ഒരു ഭഗരമണി മഹർഷിയുടെ ഒക്കെ കഥ കേട്ടിട്ടില്ലേ? ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്നെ ബോധം കെടുത്തണ്ട, ഒരു 5 മിനിറ്റ് എനിക്ക് തന്നാ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം ഭഗവാനെ ധ്യാനിച്ച് അങ്ങടിയിരുന്നു. അങ്ങനെയാണ് ഓപ്പറേഷൻ ഉണ്ടായത് എന്ന് കേട്ടിട്ടുണ്ട് സജ്ജനങ്ങൾ പറയണത്. ഇതൊക്കെ നിസ്സാരാണ്. ഇപ്പൊ സജ്ജനങ്ങൾക്ക് അവരെ മുഴുവൻ ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കണം. ഇതാ മഹർഷിമാര് പറഞ്ഞതിനനുസരിച്ച് വൃത്രാസുരനെ കൊന്നു. അവിടെ വേറെ ഒരു അത്ഭുതം, വൃത്രസ്യ ദേഹ നിഷ്ക്രാന്തം ആത്മജ്യോതിരരിന്തമ. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വൃത്രാസുരന്റെ ആ ജീവൻ ഭഗവാനിൽ ചെന്ന് ലയിച്ചു എന്നാണ് പറയണത്. അപ്പൊ നേടേണ്ടത് നേടിക്കഴിഞ്ഞാൽ ഇതാ
ആ ആനന്ദം അവർക്ക് എവിടെയായാലും അനുഭവിക്കാൻ സാധിക്കും. ആ ഭക്തി നേടുകയാണ് വേണ്ടത്. അത് നേടിയിട്ടില്ലെങ്കിൽ ദേവേന്ദ്രന് പിന്നെയും സുഖായില്ല. ബ്രഹ്മഹത്യ, മഹാപാപം, അത് പക്ഷെ പിന്നെ ഒന്നുണ്ടല്ലോ, എല്ലാ മഹാപാപങ്ങളും എല്ലാ ദുഃഖങ്ങളും ആർക്കും ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ ഏത് ദേവേന്ദ്രനായാലും ഇത് മാത്രമേ വഴിയുള്ളൂ. എന്ത്? ഭഗവാനെ ആശ്രയിക്കുക. മഹർഷിമാര് യാഗാദികളെ കൊണ്ട് ദേവേന്ദ്രന്റെ പാപം തീർത്തു. അതാണ് ശുചീന്ദ്രം. ദേവേന്ദ്രൻ ശുചിയായി തീർന്ന സ്ഥലം ശുചീന്ദ്രം. അങ്ങനെ നമ്മളെ ഭഗവാൻ ഓർമ്മിപ്പിക്കണോ, അവരവർക്ക് ആവുന്ന മാതിരി ഭഗവാനെ സേവിക്കുകയാണ്. ഇനിയിപ്പോ പറയുന്നുണ്ട് വൃത്രാസുരൻ, എന്താ ഈ ശരീരം, നമുക്ക് മനുഷ്യ ശരീരം കിട്ടിയതിന്റെ കർത്തവ്യം ഭഗവാനെ സേവിക്കലാണ്. ഭഗവാനെ സേവിക്കാൻ ഈ മനുഷ്യ ശരീരത്തിൽ ഇരിക്കുമ്പോഴേ നമുക്ക് സാധിക്കുള്ളൂ. വിചാരിക്കണ പോലെ നാമം ജപിക്കാനോ ഭഗവാനെ പൂജിക്കാനോ പ്രദക്ഷിണം വെക്കാനോ എല്ലാറ്റിനും ഭഗവാനെ മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ, ഈ പ്രേമഭാവം ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ അത് മനുഷ്യനായിരിക്കുമ്പോഴേ സാധിക്കുള്ളൂ. വലിയൊരു അനുഗ്രഹമാണ്. അത് നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താൻ, ഭഗവാനെ വേണ്ട പോലെ സേവിക്കാറാവാൻ ശ്രീ ഗുരുവായൂരപ്പനും ദേവി, മഹാദേവൻ, സജ്ജനങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്പസമയം, ഒരു 4-5 മിനിറ്റ് അധികമായി ക്ഷമിക്കുക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.